എനിക്കായൊരു തമസമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാലിനി ലോകത്തെ സ്നേഹിച്ചിടുവാനൊരു കാലത്തും പോകയില്ല ഞാൻ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാനിനി സേവിക്കും. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ മുമ്പാകെ വെച്ച് പരിശോധിക്കുവാൻ തക്കവണ്ണം വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന നിമിഷമായത് പരിണമിക്കണമേ. ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ശബ്ദമെല്ലാം അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയകാതുകളെ തുറക്കുന്ന നിമിഷമായത് പരിണമിക്കണമേ. ഈ ദേശത്തെ ഇടവകയെ കടന്നു വന്ന എല്ലാ മക്കളെയും നയിക്കുന്ന അഭിഷിക്തന്മാരെയും സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രി ഞങ്ങൾക്ക് അനുതാപത്തിന്റെയും അനുഗ്രഹത്തിന്റെയും രാത്രിയായി തീരണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മുമ്പാകെ വെച്ച് പരിശോധിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ റൂഹ ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നിമിഷമായത് പരിണമിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ടോണച്ചൻ, പ്രിയപ്പെട്ട അജിയച്ചൻ, ഇന്ന് സമർപ്പണ ശുശ്രൂഷ നിർവഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട തോമസ് ജോർജ് അച്ചൻ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, മലങ്കരയിലെ അതിപരിശുദ്ധമായ പുരാതനമായ മാറാബോയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും ധന്യമായ ഈ ദേവാലയത്തിന്റെ അനുഗ്രഹീതമായ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ വചന ശുശ്രൂഷയിൽ ഈ വർഷം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം ഒരവസരം തന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ടോണച്ചനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. അച്ഛന് ഷമ്മാസനായിരിക്കുന്ന കാലം മുതൽ എനിക്ക് അടുത്ത പരിചയമുള്ള വ്യക്തിത്വമാണ്. അന്നു മുതൽ നിഷ്കളങ്കമായ ഒരു ജീവിതത്തിന്റെ, പൗരോഹിത്യ ശുശ്രൂഷയോടുള്ള സമർപ്പണത്തിന്റെ, അതോടൊപ്പം നല്ല മനസ്സാക്ഷിയുള്ള ഈ ശുശ്രൂഷയുടെ ഗരിമ ഒട്ടും നഷ്ടമാകാതെ അതിനോട് ഏറ്റവും നീതി പുലർത്തുന്ന ഒരു വൈദിക ശ്രേഷ്ഠനായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രിയപ്പെട്ട ടോണച്ചന്റെ ക്ഷണത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഞാൻ നേരത്തെ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള പാലായിലൊക്കെയും അച്ഛൻ കുടുംബമായി വന്ന് ഒരു പെരുന്നാളൊക്കെ അനുഗ്രഹകരമായി നടത്തിയതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കും. അച്ഛന്റെ എല്ലാ താലന്തുകളും ഈ ഇടവകയുടെ പുരോഗതിക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒന്നിനായ അജിയച്ചൻ എന്റെ മാതൃദേവാലയത്തിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. ഇന്നും എനിക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അച്ഛൻ എന്നെ അവിടെ നിന്ന് കാറിൽ ഇവിടെ വരെയും കൊണ്ടുവരികയായിരുന്നു. അച്ഛന്റെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹീതമായിരുന്നു. ആ ഇടവകയിൽ എല്ലാവരും വളരെ സ്നേഹപൂർവ്വം ഓർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ്. അച്ഛന്റെ സാന്നിധ്യത്തെയും ഞാൻ ഏറെ വിലമതിക്കുന്നു. ഒന്നിനായ തോമസ് ജോർജ് അച്ഛന്റെ സാന്നിധ്യവും ഏറ്റവും പ്രാർത്ഥനാപൂർവമായ ഒരു അനുഭവമാണല്ലോ. നമുക്കൊരുമിച്ച് ഈ സന്ധ്യയിലായിരിക്കുവാൻ ദൈവം ഒരവസരം തന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ആമുഖമായി ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഗുരു തന്റെ ശിഷ്യന്മാരുമായി ഒരു പുഴക്കടയിൽ എത്തി. പുഴയിൽ വലിയ ഒഴുക്കാണ്. പുഴയിലേക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന സാഹചര്യത്തിൽ കുത്തൊഴുക്കാണ്. അതുകൊണ്ട് തന്നെ ഗുരു പുഴയുടെ വക്കിൽ വെച്ച് തന്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെയായി വിളിച്ചു. എന്നിട്ട് ഒരാൾക്ക് തന്റെ അമൂല്യമായ ഗ്രന്ഥങ്ങളൊക്കെ ഒരു ശിഷ്യന് നൽകി. മറ്റൊരു ശിഷ്യന് തന്റെ യോഗദണ്ഡും മാലകളും ഒക്കെ നൽകി.
മറ്റൊരാൾക്ക് തന്റെ ചെരുപ്പ് നൽകി, മറ്റൊരാൾക്ക് തന്റെ വസ്ത്രങ്ങൾ നൽകി. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ഒഴുക്കിൽ നിങ്ങൾ ഈ പുഴ കടക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ഈ വസ്തുക്കൾ നഷ്ടമാകാതെ, അമൂല്യമായതൊന്നും നഷ്ടമാകാതെ നിങ്ങൾ ഈ പുഴയുടെ അക്കരെ കടക്കുവാൻ തക്കവണ്ണം നീന്തണം. ആരാണോ ആദ്യം അപ്പുറത്തെത്തുന്നത് അവർക്ക് എന്റെ വകയായി ഒരു സമ്മാനമുണ്ട് എന്ന് ഗുരു പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ശിഷ്യന്മാർ പുഴയിലേക്ക് എടുത്തു ചാടി. എല്ലാവരും വാശിക്ക് തുഴഞ്ഞ് നീന്തി പുഴയുടെ അക്കരയെത്തി. ആരാണ് ജയിച്ചത് തോറ്റത് എന്ന് പറയാനാവാത്ത വിധം ഏതാണ്ട് ഒരേപോലെയാണ് അവർ അക്കരയെത്തിയത്. അക്കരയെത്തിയത് ആർക്കാണ് സമ്മാനം ഗുരു നൽകുന്നതെന്ന പ്രതീക്ഷയോടെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവരാ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. പ്രായാധിക്യത്തിൽ അവരോടൊപ്പം അവരുടെ പിറകെ നീന്താനിറങ്ങിയ ഗുരു ആ ഒഴുക്കിൽ പെട്ട് വലിച്ചു പോവുകയും ഗുരുവിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചൊരു കഥയാണ്. ഈ കഥ പറഞ്ഞിട്ട് ആ കഥ അവസാനിക്കുന്നിടത്ത് ഇപ്രകാരം ഒരു വരി അതിലുണ്ടായിരുന്നു. അതിതാണ്: The disciples won the race, but they lost the master. ശിഷ്യന്മാർ മത്സരം ജയിച്ചു, പക്ഷേ അവർക്ക് ഗുരുവിനെ നഷ്ടമായി. ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പല പോരാട്ടങ്ങളും ജയിക്കുന്നു. ജീവിതത്തിൽ വലിയ വിജയങ്ങളൊക്കെ കരഗതമാക്കി എന്ന് നമ്മൾ വിചാരിച്ചവരുടെ വിജയങ്ങളൊന്നും വിജയങ്ങളല്ല എന്ന് തെളിയിക്കുന്ന വലിയൊരു സംഭവം ഈ ആഴ്ച നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD ആയിരുന്നു CJ റോയ്. എല്ലാവർക്കും ഇഷ്ടം പോലെ സമ്മാനങ്ങൾ വാരിക്കൊടുത്ത ധനാഢ്യനായ മനുഷ്യനാണ്. കാര്യകാരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ജീവിതത്തിലെല്ലാം നേടിക്കഴിഞ്ഞപ്പോഴും എന്തോ ഒരു ശൂന്യത നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെല്ലാം നേടുമ്പോഴും ഒരിക്കലും നഷ്ടപ്പെടരുതാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാവുകയാണ്. അതുകൊണ്ട് ഈ നോമ്പും നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാനാണ്, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കാനാണ്. നമ്മൾ ഇന്ന് നയിക്കുന്ന വിശ്വാസ ജീവിതത്തിന്റെ അക്കരെ നമ്മൾ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നേടിയതൊക്കെ വിജയങ്ങളാണോ? നമ്മുടെ വിശ്വാസ ജീവിതം യാഥാർത്ഥ്യമാണോ? അതിന് ഫലദായകമായിരുന്നോ അത് എന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും 2 അമ്മമാരുടെ ജീവിതം ഞാൻ ഈ ധ്യാനത്തിന് വിഷയമാക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഈ 2 അമ്മമാരുടെ ജീവിതം എടുക്കുന്ന എനിക്കൊരു ഉദ്ദേശമുണ്ട്. ഇതിലെ ആദ്യത്തെ അമ്മയുടെ ജീവിതം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ചില ബലഹീന വശങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. രണ്ടാമത്തെ അമ്മയുടെ വിശ്വാസ ജീവിതം നമ്മൾ ഈ ലോകത്തിൽ നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഉദാത്ത മാതൃകയാണ്. നമ്മുടെ ആനുകാലിക വിശ്വാസ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ അമ്മയുടെ വിശ്വാസ ജീവിതം. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ദൈവം ഉപയോഗിച്ചവരാണ് ഇവർ രണ്ടുപേരും. ദൈവത്തിന്റെ ഉപകരണങ്ങളായി മാറിയ അനുഭവങ്ങളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരാണ്. പക്ഷെ ഇതിൽ ആദ്യത്തെ അമ്മയെ ദൈവം ഉപയോഗിക്കുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനതകളെ പരിഹരിച്ചാണ് അവളെ ദൈവം ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ അമ്മയുടെ വിശ്വാസ ജീവിതത്തിൽ ചില നിർണായക ഘട്ടങ്ങളിൽ മാത്രമാണ് ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമായി വന്നത്. അതല്ലാതെ തന്നെയും അവിടെ വിശ്വാസ ജീവിതം നമ്മുടെ വിശ്വാസ ജീവിതത്തെ വെല്ലുവിളിക്കുവാൻ പര്യാപ്തമായ നിലയിലുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ ഇന്ന് നയിക്കുന്ന വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനതകളെ, കുറവുകളെ മനസ്സിലാക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉയർത്തുവാനും ഈ 2 അമ്മമാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണ്. രണ്ടുപേരും ദൈവം ഉപയോഗിച്ചവരാണ്.
പക്ഷേ ഒന്നാമത്തെ ആണ്ട് ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനതകളെ ദൈവം പരിഹരിച്ചാണ് അവളെ ഉപയോഗിക്കുന്നത്. അധികം മുഖവരകളില്ലാതെ തന്നെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇതിലെ ഒന്നാമത്തെ അമ്മ നമുക്ക് വളരെ സുപരിചിതമാകാം, തീർച്ചയായും സുപരിചിതമാണ്. പക്ഷെ അവളുടെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ജീവിതം തന്നെ നമ്മൾ ധ്യാന വിഷയമാക്കുന്നതും കേട്ടിട്ടുള്ളതും ഒരു പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ്. പലപ്പോഴും ആ പ്രവാചകനെ പറ്റിയുള്ള പ്രസംഗങ്ങളിലാണ് ഈ അമ്മയുടെ ജീവിതം നമ്മൾ പരാമർശിച്ചു പോകുന്നത്. എന്റെ വിഷയം പ്രവാചകന്റെ ജീവിതമല്ല, എന്റെ വിഷയം ഈ അമ്മയുടെ ജീവിതമാണ്, അവളുടെ വിശ്വാസ ജീവിതമാണ്. അവളുടെ ജീവിതത്തെ എങ്ങനെയാണ് പ്രവാചകനിലൂടെ ദൈവം പരുവപ്പെടുത്തിയെടുത്തതെന്ന്, അവളെ ഉപയുക്തമാക്കിയ ഒരു ഉപകരണമാക്കി മാറ്റിയതെന്ന്, അവളുടെ ബലഹീനതകൾ എന്തെല്ലാമായിരുന്നുവെന്ന് ഒന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം മാത്രമാണ് ഈ ആദ്യ ഭാഗം ഞാൻ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. വേദഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഈ വേദഭാഗം കാണുന്നത്. 9 മുതൽ 24 വരെയുള്ള വേദഭാഗം. ആ ഭാഗം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ഏലിയാവിനോട് യഹോവയായ ദൈവം പറയുകയാണ്, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരേഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് ഒന്നാമത്തെ അമ്മയെന്ന്. ആരാണ്? ഒന്ന് ഉറക്കെ പറയണേ, ആരാണ്? സാരേഫാത്തിലെ വിധവയായ അമ്മയാണ്. നമുക്കറിയാം, ഏലിയാവിന്റെ ജീവിതത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായിട്ട് അവൻ രാജധാനിയിൽ ചെന്ന് ഇനി ഞാൻ പറയാതെ ഇവിടെ മഴയോ മഞ്ഞോ ഉണ്ടാവുകയില്ല എന്ന് പ്രവചിച്ചിട്ട് യഹോവ പറഞ്ഞതനുസരിച്ച് അവൻ ആദ്യം കെരീത്ത് തോട്ടിന്റെ അടികൾ പോയി പാർക്കുകയും അവിടെ കാക്ക അവന് അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കുകയും അവൻ തോട്ടിൽ നിന്ന് കുടിക്കുകയും അവിടെ ദൈവം അവിടെ അങ്ങനെ അവനെ പുലർത്തുകയും ചെയ്തു പൊക്കൊണ്ടിരുന്നു. എന്നാൽ അവൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ തോട് പറ്റിപ്പോയപ്പോൾ പിന്നീട് യഹോവയായ ദൈവം ഏലിയാവിനോട് ചെന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഏലിയാവിനോട് ചെന്ന് പറഞ്ഞത് എന്താണ്? നീ എവിടേക്ക് പോകണം? എവിടേക്ക് പോകണം? സാരേഫാത്തിലെ വിധവയുടെ അടുക്കലേക്ക് പോകണം. സാരേഫാത്തിലെ വിധവയെ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ്, ഉപയോഗിച്ചൊരമ്മയാണ്, ഒരു സ്ത്രീയാണ്. അതിന് സംശയമൊന്നുമില്ല. അവിടെ വിശ്വാസ ജീവിതവും നമുക്ക് മാതൃകയാകുന്നു. എന്നാൽ ഒരു ഭാഗത്തിന്റെ വ്യത്യസ്തമായൊരു വ്യാഖ്യാനം ഞാൻ എന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വായിച്ചു പോയപ്പോൾ എന്റെ മനസ്സിലൊന്ന് ഉടക്കിയത് കൊണ്ടാണ് ഞാൻ ഈ വേദഭാഗത്തെ ഇങ്ങനെ ഒന്ന് വായിക്കുവാനും മനസ്സിലാക്കുവാനും പരിശ്രമിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ യേശു അത്ഭുതങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് അവന്റെ ഭവനത്തിലേക്ക്, അവന്റെ നാട്ടിലേക്ക് നസ്രയത്തിലും നീ കടന്നു വന്ന് നീ ചെയ്ത അത്ഭുതങ്ങളൊക്കെ അവിടെയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ യേശു അവർക്ക് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അന്ന് ഒരുപാട് വിധവമാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും സാരേഫാത്തിലെ വിധവയുടെ അടുക്കിലേക്കല്ലാതെ വേറെ ആരുടെ അടുക്കിലേക്കും ദൈവം ഏലിയാവിനെ അയച്ചില്ല. അന്ന് സിറിയയിൽ ഒരുപാട് കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നുവെങ്കിലും സിറിയാക്കാരനായ നയമാനല്ലാതെ അവരിൽ മറ്റാരും സൗഖ്യമായുമില്ല. എന്തുകൊണ്ടാണ് യേശുവോട് പറയാൻ കാരണം? 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇവര് 2 പേരും വിജാതികളാണ്, നയമാനും സാരേഫാത്തിലെ വിധവയും. അപ്പം ദൈവം പറയുകയാണ്, സ്വന്തം നാട്ടിൽ എന്നെ ആരും സ്വീകരിച്ചില്ലെങ്കിലും വിജാതികളുടെ നാട്ടിലൊരു വിശ്വാസം എന്നിൽ ഉണ്ടാകും, അവർ എന്നെ സ്വീകരിക്കുമെന്നതിന്റെ ഒരു മുൻകുറിയാണ്. അപ്പൊ എവിടെ വിശ്വാസമുണ്ടോ ആ തലങ്ങളിലാണ് എനിക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതെന്ന ഒരു ചിന്തയാണ് യേശു അവിടെ കൊടുക്കുന്നതെന്ന് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം മറ്റൊന്നാണ്. രണ്ടാമത്തെ ഭാഗം ഇതാണ്: കാക്കയെ കൊണ്ട് പുലർത്താവുന്ന ദൈവത്തിന് ഏലിയാവിനെ പുലർത്തുവാൻ വേറെ ഒരുപാട് വഴികളുണ്ടായി, ഇല്ലേ? ആരെ കൊണ്ട് വേണമെങ്കിലും ഏലിയാവിനെ പുലർത്താമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് സാരേഫാത്തിലെ വിധവയെ ഉപയോഗിച്ചു? അപ്പോൾ ഏലിയാവിനെ മറ്റാരെയും കൊണ്ടും പുലർത്താൻ സാധിക്കും. പക്ഷേ ഏലിയാവിനെ പുലർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിലും സാരേഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് ഏലിയാവിനെ വിടുമ്പോൾ സത്യത്തിൽ ഏലിയാവിനെ കൊണ്ട്
സൗഖ്യം ആവശ്യമുള്ളൊരു തലത്തിലായിരിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിലാണ് ആരായിരിക്കുന്നത്? സാരെഫാത്തിലെ വിധവ. അപ്പോൾ ഏലിയാവിനെ പുലർത്തുവാൻ വിധവയെ ആവശ്യമുള്ളതുപോലെ തന്നെ വിധവയുടെ ജീവിതത്തിൽ ഒരു പ്രവാചകനെ അവൾക്ക് ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയാമോ? അവിടെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, ഏലിയാവ് അവിടെ വന്നില്ലെങ്കിൽ അവിടെ വിശ്വാസക്കുറവിൽ അവൾ ആത്മഹത്യ ചെയ്തേനെ. അവളുടെ മകനും അവളുടെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ടു. താഴോട്ട് നമ്മൾ വായിക്കുന്നു, വിശദമായി നമ്മൾ വരും. എങ്കിലും നിങ്ങൾക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് കയറുവാൻ ഞാൻ അത് ആദ്യമേ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏലിയാവിന്റെ സാന്നിധ്യം വിധവയുടെ ജീവിതത്തിൽ ആവശ്യമായി. എന്തിനു വേണ്ടി? അവിടെ വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനതകളെ പരിഹരിക്കുവാൻ വേണ്ടി. എന്നാൽ ആ വിശ്വാസത്തിന്റെ ബലഹീനതകൾ പരിഹരിച്ച് ദൈവം അവളെ ഉപയോഗിക്കുന്നു. തീർച്ചയായും അത് നമുക്കറിയാം, ആ വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അവളുടെ ജീവിതത്തിന് ചില ബലഹീന വശങ്ങൾ, വിശ്വാസത്തിന്റെ ബലഹീന വശങ്ങൾ ഈ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ ആ വേദഭാഗത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഏലിയാവിലൂടെ ദൈവം എങ്ങനെയാണ് അതിനെ പരിഹരിച്ചതെന്നും അവിടെ വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനതകളെ പരിഹരിച്ച് ദൈവസന്നിധിയിൽ അവളെ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും നമ്മൾ ഈ കണ്ണുകൊണ്ട് ഈ വേദഭാഗം വായിക്കുമ്പോൾ വളരെ തെളിവോടെ നമുക്ക് മനസ്സിലായി വരും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത് അവിടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു ബലഹീനത എന്തായിരുന്നു, കുറവ് എന്തായിരുന്നു? ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലും നമ്മളെല്ലാം വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ്, ആരും തീരെ മോശമൊന്നുമല്ല. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഈ ചില ബലഹീനതകൾ വിശ്വാസ ജീവിതത്തെ ഭരിക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തുവാനാണ് ഈ ആദ്യ ഭാഗത്ത് ഞാൻ പരിശ്രമിക്കുന്നത്. ഒന്നാമത്, സാരെഫാത്തിലെ വിധവയുടെ വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനതയുടെ ഒന്നാമത്തെ തലം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ജീവിതത്തിന്റെ കനൽ വഴികളിൽ ദൈവകൽപ്പനകളെ ഗണ്യമാക്കാത്ത ഒരു തലം അവരുടെ ജീവിതത്തിൽ കാണുന്നു. ഇങ്ങനെ പറയാം, കനൽ വഴികളിൽ കൽപ്പന ഗണ്യമാക്കാത്ത ഒരു വിശ്വാസ ജീവിതം അവളിൽ ആദ്യം കാണുന്നു. അപ്പൊ ഒന്നാമത് അതിനെയാണ് ഏലിയാവിലൂടെ ദൈവം പരിഹരിക്കുന്നത്. അതെന്താണ് എന്ന് ഞാൻ വ്യക്തമാക്കാം. അടുത്ത വാക്യം ഞാനത് വായിക്കും. 17-ന്റെ 10-ാം വാക്യം, 9-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. അവിടെ നമ്മൾ കാണുന്നു, നീ എഴുന്നേറ്റ് സീദോനിലേക്ക് ചേർന്ന് സാരെഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. നിന്നെ പുലർത്തേണ്ടതിന്, അടുത്ത വാക്യം എന്താ? വേദപുസ്തകം വായിച്ചേ. നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ അവിടെയുള്ളൊരു വിധവയോട്, അതാണ് വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കുന്നു, ഞാൻ അവിടെയുള്ളൊരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയാവിന്റെ അടുക്കൽ ദൈവം വന്ന് നീ സാരെഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് പോക എന്ന് പറയുമ്പോൾ അവിടെ യഹോവ പറയുന്ന വാക്കുകളിൽ വളരെ വ്യക്തമായൊരു കാര്യമുണ്ട്. ഏലിയാവിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് നിന്റെ അടുക്കൽ ഒരു പ്രവാചകൻ വരും, അവനെ നീ പുലർത്തണം എന്നൊരു കൽപ്പന ദൈവം ആർക്ക് കൊടുത്തിരുന്നു? സാരെഫാത്തിലെ വിധവയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ തീർച്ചയായും ദൈവകൽപ്പനകളെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം അവൾക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അത് കൊടുത്തത്. പക്ഷേ ഏലിയാവ് അവളുടെ ജീവിതത്തിൽ ഇന്ന് കൽപ്പന കൊടുത്തു, നാളെ ഏലിയാവ് അവരുടെ അടുക്കലേക്ക് വരികയല്ല. അന്നത്തെ സാഹചര്യത്തിൽ കുറെ നാളുകൾ അതിനിടയ്ക്ക് വന്നിട്ടുണ്ടാകും. അതിനിടയ്ക്ക് അവിടെ ജീവിതത്തിൽ, അവിടെ സാഹചര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി. അതെന്താണെന്ന് നമുക്കറിയാം. തൊട്ടടുത്ത വാക്യം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, അങ്ങനെ അവൻ എഴുന്നേറ്റു സാരെഫാത്തിലേക്ക് പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിക്കുവാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഇതിൽ വേദപണ്ഡിതന്മാർ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. ഏലിയാവ് നിന്റെ അടുക്കൽ വരും, അവനെ നീ പുലർത്തണമെന്ന കൽപ്പന ആർക്ക് ദൈവം കൊടുത്തിരുന്നു? വിധവയ്ക്ക് കൊടുത്തിരുന്നു. ആ ഏലിയാവ് അവളുടെ വീടിന്റെ വാതിക്കൽ മുട്ടുകയാണ്. മുട്ടുമ്പോൾ
അവൾ വാതിൽ തുറക്കുമ്പോൾ അവൾക്കത് ദൈവം അവളുടെ അടുക്കൽ വരും എന്ന് പറഞ്ഞ പ്രവാചകനാണെന്ന് മനസ്സിലാകാതെ അവൾ പ്രതികരിച്ചതാണോ, മനസ്സിലായിട്ട് പ്രതികരിച്ചതാണോ എന്ന് ഈ വായിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഏലിയാവിനെ കണ്ട ഉടനെ യഹോവയായ ദൈവം തന്നോട് പുലർത്തണമെന്ന് പറഞ്ഞ പ്രവാചകൻ തന്നെയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് വിധവയ്ക്ക് മനസ്സിലായിരുന്നു. കാരണം ഇവിടെ പറഞ്ഞത്, അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞ ഉടനെ അവൾ പറഞ്ഞ വാക്കുകളിൽ അത് നിഴലിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, അതിനവൾ നിന്റെ ദൈവമായ യഹോവയാണ്. അപ്പോൾ ഈ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുടെ ദൈവം യഹോവയാണെന്ന് വിജാതിയായ സാരേഫാത്തിലെ വിധവയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവിടെ അങ്ങനെ താനാണ് ആ പ്രവാചകൻ എന്ന് ഏലിയാവ് അവളോട് പറയുന്നുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ യഹോവയായ ദൈവം അവനെ പുലർത്തണമെന്ന കൽപ്പന അവൾക്ക് കൊടുത്തത് മുതൽ അവൾക്കറിയാം ഇങ്ങനൊരു നിയോഗം, ഒരു കൽപ്പന തന്നെ ദൈവം ഫലമേൽപ്പിച്ചിട്ടുണ്ട്. ഏലിയാവിനെ കണ്ടയുടനെ അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഏലിയാവിനോട് അവൾ പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് യഹോവ പറഞ്ഞ പ്രവാചകൻ എന്നും അവൾക്ക് മനസ്സിലായി. എന്നിട്ടും പുലർത്തണമെന്ന് പറഞ്ഞ പ്രവാചകൻ മുന്നിൽ വന്നു നിന്നപ്പോൾ അയാളെ പുലർത്തുവാനുള്ള വിധേയത്വപൂർണമായ വിശ്വാസത്തിന്റെ മനസ്സ് അവളുടെ വാക്കുകളിൽ ആദ്യം കാണുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അവൾ പറഞ്ഞത് എന്താണ്? പ്രവാചകനാണെന്ന് മനസ്സിലായിട്ടും പുലർത്തണമെന്ന ദൈവകൽപ്പന ഉണ്ടായിട്ടും അവൾ പറഞ്ഞു, എന്താ പറഞ്ഞേ? വെള്ളം എടുത്തോണ്ട് വരാൻ അകത്തോട്ട് പോയി അപ്പം വേണോന്ന് പറഞ്ഞുടനെ അവള് പറഞ്ഞു, ആകെ ഇച്ചിരി മാവേ ഉള്ളൂ, ഞാൻ 2 വിറക് പിറക്കുന്നു, ഞങ്ങൾ 2 പേരും കൂടെ ഉള്ളത് കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മരിപ്പാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഈ വ്യാഖ്യാനത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളിൽ അങ്ങനെ ചിന്തിക്കുന്ന വേദപണ്ഡിതന്മാർ പറയുന്ന കാര്യം ഇതാണ്: അവൾ ദൈവകൽപ്പനയെ പരിപൂർണ മനസ്സോടെ വിശ്വസിക്കുകയും ദൈവത്തിന് അസാധ്യ സമയങ്ങളിലും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയുമെന്നൊരു വിശ്വാസത്തിന്റെ ആഴമുള്ള തലം അവളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ പറയേണ്ടിയിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവിടെ കയ്യിൽ തീരെ മാവ് ഇല്ലാതായി പോയിട്ടുണ്ടോ? ഇല്ല. ഒരല്പം മാവും അല്പം എണ്ണയും അന്നേരവും അവിടെ കയ്യിലുണ്ട്. അവൾക്ക് ദൈവകൽപ്പന മാനിക്കണമെന്നൊരു വിചാരം, വിശ്വാസത്തിന്റെ ആഴമുണ്ടായിരുന്നുവെങ്കിൽ അവൾ പറയേണ്ടിയിരുന്നത് ഇപ്രകാരമാണ്: യജമാനനെ, എന്റെ ഒരു അല്പം മാവും അല്പം എണ്ണയുമേ ഉള്ളൂ, ഞാൻ അതുകൊണ്ട് ഉള്ള അപ്പം ഉണ്ടാക്കാം, നമുക്ക് 3 പേർ കൂടെ കഴിക്കാം. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ നിന്നും അവളെ മാറ്റി നിർത്തിയത് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം. യഹോവയുടെ അരുളപ്പാട് വിധവയ്ക്കുണ്ടാകുമ്പോൾ സാരേഫാത്തിലെ വിധവയുടെ വീട്ടിൽ പട്ടിണിയില്ല. കാരണം അന്ന് ക്ഷാമം തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ ഏലിയാവ് അവളുടെ വീട്ടിൽ വരുമ്പോഴേക്കും അവളുടെ സാഹചര്യങ്ങൾ മാറി. പ്രതികൂലമായ സാഹചര്യങ്ങളായി, പട്ടിണിയായി. അപ്പോൾ ജീവിതത്തിന്റെ ആനുകൂല്യമുള്ള സമയങ്ങളിൽ ദൈവകൽപ്പന അനുസരിച്ചു കൊള്ളാമെന്ന തീരുമാനമെടുത്തവൾ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറിയപ്പോൾ, പ്രതികൂലതകൾ വന്നപ്പോൾ, ജീവിതത്തിന്റെ കനൽ വഴികൾ വന്നപ്പോൾ ദൈവം പറഞ്ഞയാൾ മുന്നിൽ വന്നു നിന്നിട്ടും പുലർത്തുവാൻ ഒരു അപ്പമെങ്കിലും കൊടുക്കുവാനുള്ള സാധ്യത കയ്യിലുള്ളപ്പോഴും അവൾ എന്തു ചെയ്തു? ജീവിതത്തിന്റെ കനൽ വഴികളിൽ കൽപ്പനകളെ ഗണ്യമാക്കാതിരുന്നു. ഇത് ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ദൈവകൽപ്പന അനുസരിച്ച് ആ നന്മകളിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ കനൽ വഴികൾ ഉണ്ടാകുമ്പോൾ, ജീവിത സാഹചര്യങ്ങൾ മാറിമറിയുമ്പോൾ, സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് ജീവിതത്തെ തെറ്റായ ദിശയിലേക്ക്, ദൈവകൽപ്പനകൾക്ക് വിധേയമാകാത്ത, ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുപോകുന്ന
ഒരു അനുഭവം ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതങ്ങളെയും ആനുകാലിക വിശ്വാസ ജീവിതത്തെയും തകർത്ത് കളയുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശുദ്ധ മാമോദീസായിൽ ഇനിയുള്ള ജീവിതം സാത്താനെ ഉപേക്ഷിച്ചും മശിഹായുടെ കൈപിടിച്ചുമാണെന്ന് തീരുമാനമെടുത്തു പോയവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ആനുകാലിക ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കൈവിട്ട് ലോകത്തിന്റെ സാഹചര്യങ്ങൾക്ക് പിറകെ അവന്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് ഒരു ജീവിതശൈലി ഇന്ന് നമുക്കുണ്ടെങ്കിൽ നാമും ഈ ബലഹീനമായ വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ്. നന്മകളുടെ കാലത്ത് ഒരല്പമൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്നാലും ജീവിതത്തിന്റെ കനൽ വഴികളിൽ കൽപ്പനകളെ ഗണ്യമാക്കാത്തൊരു ജീവിതം ഇന്ന് നമുക്കുമുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കാണുന്നതല്ല. ഞാൻ പാലായില് ദീർഘനാളുകൾ ഏതാണ്ട് ഒരു 9 വർഷം പാലായിലെ ഒരു കൊച്ചു പള്ളിയിലെ വികാരിയായിരുന്നു. അവിടെ കൂടുതലും പള്ളി വരുന്നത് ഈ ബ്രില്യന്റിലൊക്കെ കോച്ചിങ്ങിന് പോകുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മുടെ എൻട്രൻസിന്റെ കോച്ചിങ്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിനൊക്കെ വരുന്ന കുഞ്ഞുങ്ങളാണ് കൂടുതലും അവിടെ പള്ളിയിൽ വരുന്നത്. അപ്പൊ കുറെ കുഞ്ഞുങ്ങളൊക്കെ പള്ളി വരും, ആരാധനയിലൊക്കെ നമ്മളെ സഹായിക്കും. നല്ല കുഞ്ഞുങ്ങളാണ്, ഒരുപാട് നല്ല കുഞ്ഞുങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ മദ്ബഹായിലൊക്കെ ഇവരാണ് നമ്മളെ വന്ന് സഹായിക്കുന്നത്. അധികം അവിടെ ആ ഇടവക്കാർ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ സ്ഥിരമായി മദ്ബഹായിൽ സഹായിച്ചുകൊണ്ടിരുന്ന കുറെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നമുക്ക് വലിയ ശുശ്രൂഷകൾ വരുന്ന ദിവസം മദ്ബഹായിൽ കുഞ്ഞുങ്ങളില്ലെങ്കിൽ വലിയ പ്രയാസമാണല്ലോ അച്ഛന്മാർക്ക്. അങ്ങനെ ഒരു വലിയ ശുശ്രൂഷയാണല്ലോ പെന്തിക്കോസ്തി. അപ്പൊ അടുത്ത ആഴ്ച പെന്തിക്കോസ്തിയാണ്. അപ്പൊ ഞാൻ എന്റെ പള്ളിയിൽ സ്ഥിരമായി മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങളോടെല്ലാം പറഞ്ഞു വിട്ടു, മോനെ അടുത്ത ആഴ്ച ആരും വരാതിരിക്കരുത്, എല്ലാരും വരണേ, സഹായിക്കണേ. എല്ലാം വരാച്ച ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാരും പോയി. അടുത്ത ആഴ്ച നമസ്കാരം തീരാറായിട്ടും ഒരെണ്ണം പോലും വന്നില്ല. ഞാൻ ദേവലോകത്തൊന്നും ഞാൻ അവിടെ നേരെ നോക്കെ 2 കുഞ്ഞുങ്ങളെ വിളിച്ചവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രം ആ ശുശ്രൂഷ നടത്തി. അതിനടുത്ത ആഴ്ച ഞാൻ വന്നപ്പം 6-7 എണ്ണം നേരം നിപ്പുണ്ട്. നമസ്കാരം തുടങ്ങിയപ്പോൾ എല്ലാരും വന്നിട്ടുണ്ട്. അന്നേരം ഒന്നും ഞാൻ ചോദിച്ചില്ല. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ കഴിഞ്ഞ ആഴ്ച വരാതിരുന്നത് എന്താ? അപ്പൊ അവൻ പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ ആഴ്ച കോളേജ് ഡേ ആയിരുന്നു, ശനിയാഴ്ച, അതുകൊണ്ടാ വരാതിരുന്നത്. ഞാൻ ശനിയാഴ്ച കോളേജ് ഡേ ആയിരുന്നു, ഞായറാഴ്ച വരാതിരുന്നത് അത് രാത്രിയൊക്കെ ആയി, പരിപാടിയൊക്കെ തീർന്നപ്പോ. ഞാൻ പറഞ്ഞു സോവാൾ, രാവിലെ വന്നാൽ എന്താ കുഴപ്പം? അതച്ഛാ ഞങ്ങളെ എല്ലാരും ഇച്ചിരി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാന് അത്ഭുതപ്പെട്ടു പോയി. മദ്ബഹായ കയറുന്ന കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ ആലോചിക്കണം, മദ്ബഹായ കയറുന്ന കുഞ്ഞുങ്ങളാണ്. ഇവരുടെയൊക്കെ പേരൻസ് ഇവരെ ഹോസ്റ്റലിലൊക്കെ പോയി ഒരു അല്പസമയം കൂടുതൽ കാണുവാൻ തക്കോണ്ട് ഞായറാഴ്ച പള്ളി വന്നാ ഇവരെ കാണുന്നത്. കാര്യം കുറെ സമയം അവിടെ ചെലവഴിക്കാൻ പറ്റുമല്ലോ മക്കളുമായിട്ട്. അപ്പൊ വളരെ കടമെടുത്ത് പഠിപ്പിക്കുകയും ഇവരെ പറ്റിയുള്ള പ്രതീക്ഷകളൊക്കെ എന്നോട് നിരന്തരമായി പങ്കുവെക്കുകയും ചെയ്യുന്ന പേരൻസാണ്. ഈ അടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞവന്റെ അമ്മ അതിന് 2 ആഴ്ച മുമ്പ് വന്നപ്പോഴും ഇവൻ മാത്രമാണ് എന്റെ പ്രതീക്ഷ എന്ന് അവന്റെ മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായ സങ്കടവും ദുഃഖവും വന്നിട്ട് ഞാൻ ചോദിച്ചു, എത്ര ലാഘവ ബുദ്ധിയോടെയാണ് മദ്ബഹായി കയറുന്ന നീ? ഇച്ചിരി അടിച്ചിട്ടുള്ളത് കൊണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വരാതിരുന്നതെന്ന് പറഞ്ഞത്. നാണമില്ലേ? ഉടനെ വന്നു മറുപടി, എല്ലാരും കൂടെ. എന്തെന്നറിയാമോ, ഞങ്ങൾ മാത്രമല്ല അച്ഛാ, ഹോസ്റ്റലിൽ എല്ലാരും അടിച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ ഒരു വാചകം പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ പിഴച്ചു പോകാൻ കാരണം ഞാനല്ല, പിന്നെന്താ? എന്റെ സാഹചര്യങ്ങളാണ്. എന്റെ സാഹചര്യങ്ങളാണ്. ദൈവകൽപ്പന വിട്ടുപോകുവാൻ കാരണം എന്റെ സാഹചര്യങ്ങളാണ്. കനൽ വഴികളിൽ കൽപ്പന മറക്കുന്ന ജീവിതമാണ്. സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് ദൈവകൽപ്പനകളെ നിഷേധിക്കുന്ന വിശ്വാസ ജീവിതത്തിന്റെ തലം എല്ലാ മേഖലകളിലുമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അതിനേക്കാളും അപ്പുറം ഇവിടെ ഒരു സഹനത്തിന്റെ തലമുണ്ട്. കഷ്ടതകൾ വരുമ്പോഴും മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയി പോകാം, അതിന് സംശയമൊന്നുമില്ല. ദൈവത്തെ പഴിച്ച് മാറിപ്പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണെന്ന് പറയാം. ഇപ്പൊ
വീട്ടിലോട്ട് പോകുന്ന വഴി അച്ഛൻ അറിയാം. ആശ്രമത്തിന്റെ അവിടുന്ന്, കരുവാറ്റ ആശ്രമത്തിനടുത്ത് പടിഞ്ഞാട്ട് പോകുന്ന വഴിയില്ലേ, ഒരു 3-4 വർഷമായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു ദിവസം ബസ് കയറി ഇറങ്ങി വീട്ടിലോട്ട് നടന്നു പോകുമ്പോ ആ വീടിന്റെ വാതിൽക്ക് അവിടുത്തെ 21 വയസ്സുള്ള മകൻ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. ഞാൻ വീട്ടിൽ ചെന്ന് കയറി ഒരു അരമണിക്കൂർ കഴിയുമ്പം നിലവിളിച്ച ആൾക്കാരൊക്കെ ഓടുന്നത് കണ്ടപ്പം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ആ മകൻ ആത്മഹത്യ ചെയ്തു, ബോഡി എടുത്തുകൊണ്ട് പോകാൻ പോലീസുകാർ വന്നു. 1/2 മണിക്കൂർ കഷ്ടിയായിട്ടില്ല. എനിക്കും ഭയങ്കര വിഷമവും സങ്കടവും. ഞാനും ഓടിച്ചെന്നു. എന്നപ്പോഴേക്കും പോലീസുകാർ ബോഡി അറുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. അപ്പൊ ഞാൻ അവന്റെ മുറി കയറി. അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുള്ളൊരു കുഞ്ഞാ. അപ്പൊ ഭിത്തിയിൽ ഇങ്ങനെ മനോഹരമായ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഐ ക്വിറ്റ്. അപ്പൊ ഞാൻ അവിടുത്തെ മോളോട് പറഞ്ഞ, ആ ലൈറ്റ് ഒന്നും ഇട്ടേ മുറിയില്ല. അപ്പൊ അവള് പറഞ്ഞു, കഴിഞ്ഞ 3 മാസമായിട്ട് അവൻ മുറിയിൽ ലൈറ്റ് ഇടാറില്ലായിരുന്നു. അവിടുത്തെ ലൈറ്റ് ഫ്യൂസ് ആയതിനു ശേഷം പുതിയത് ഇട്ടിട്ടില്ല, വേണ്ടാന്ന് പറയുമായിരുന്നു. ഇരുട്ടത്താ കിടന്നുണ്ട്. മക്കളുടെയൊക്കെ ജീവിതത്തിലെ വെളിച്ചം എവിടെയോ കെട്ടുപോകും. നിങ്ങൾ ഓർക്കണം, ഒരു ദീപാവലിയുടെ തലേദിവസമാണ്. അടുത്തുള്ള എല്ലാവരും ഞങ്ങളുടെ നാട്ടില് ദീപാവലിക്ക് എല്ലായിടത്തും വിളക്കുകൾ, ഈ ചിരാതുകളൊക്കെ തെളിയിക്കുന്നതാണ്. ആ തെരുവ് മുഴുവൻ ചിരാതുകളുടെ വെളിച്ചത്തിൽ എരിയേണ്ട ദീപാവലിയുടെ ദിവസം അന്ന് ആ തെരുവിൽ ആരും വിളക്കോ പടക്കമോ ഒന്നും കത്തിച്ചില്ല. ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ കൽപ്പനകൾക്ക് വിരുദ്ധമായ ഒരു ജീവിതമുണ്ടായപ്പോൾ ഒരു തെരുവ് മുഴുവൻ, ആ ഭവനം മുഴുവൻ അന്ധകാരത്തിന്റെ അനുഭവങ്ങളിലേക്ക് പോയി. ആത്മഹത്യകൾ നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കും. കൂടുതൽ ദുരന്തങ്ങളിലേക്കല്ലാതെ. ഇവിടെ പറഞ്ഞ വാക്കെന്താണ്? ആ 2 അപ്പം തിന്നിട്ട് ഞാനും എന്റെ മകനും മരിപ്പാനിരിക്കുന്നു എന്ന് പറഞ്ഞ് വേദപണ്ഡിതന്മാർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതൊരു സ്വാഭാവികമായി പട്ടിണി കിടന്ന് മരിക്കാനല്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് തന്നെയാണ് അവൾ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ വിശ്വാസ ജീവിതം അത്രമേ ബലഹീനമായപ്പോഴാണ് ദൈവം ഒരു ഔഷധം പോലെ അതിനെ കറക്റ്റ് ചെയ്യാൻ ആരെ അങ്ങോട്ട് വിടുന്നത്? ആരെ വിടുന്നത്? ഏലിയാവിനെ വിടുന്നത്. ഏലിയാവിനെ ആരെ കൊണ്ട് ദൈവത്തിന് പുലർത്താം? പക്ഷെ സാരേഭാത്തിലെ വിധവയുടെ വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനത പരിഹരിക്കാൻ ദൈവം അവനെ അവിടേക്ക് അയക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതങ്ങൾക്ക് ഈ ബലഹീനത ഉണ്ടോ എന്ന് പരിശോധിക്കണം പ്രിയമുണ്ട്. സാഹചര്യങ്ങളെ പഴി പറഞ്ഞു ദൈവകൽപ്പന വിട്ടു നടക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ അത് ബലഹീനതയാണ്. സഹനങ്ങളെ പഴി പറഞ്ഞു ആത്മഹത്യ തേടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനതയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുന്നേ, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, വിശ്വാസനായക പ്രിയ, വിശ്വാസനായക പ്രിയ. ഏലിയാവ് എങ്ങനെയാ അത് പരിഹരിച്ചെന്നറിയണ്ടേ? നമ്മൾ ഇത്രയും സങ്കടമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഏലിയാവ് പറഞ്ഞു, ഒക്കെ ശരിയാ. അടുത്ത വാക്ക് ആദ്യം പറഞ്ഞെന്നറിയാമോ? ആദ്യം അപ്പോകയില്ലെന്ന് പറഞ്ഞു, ഇതൊക്കെ ശരിയാ, ഞാനും മകനും തിന്ന് മരിപ്പാനിരിക്കുന്നൊക്കെ നീ പറഞ്ഞത് ശരിയാ. പക്ഷേ ആദ്യം നീ പോയി, ദൈവം നിന്നോട് പറഞ്ഞായിരുന്നല്ലോ എനിക്കൊരപ്പം ഉണ്ടായിക്കൊണ്ട്. ഈ എല്ലാ അസാധ്യതകളും നിന്റെ മുമ്പിലുള്ളപ്പോഴും നീ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വാ. ദൈവം നിന്നോട് പറഞ്ഞത് നീ അനുസരിക്കാതെ. അവളെ അങ്ങനെ കറക്റ്റ് ചെയ്തപ്പോഴാണ്, തൊട്ടടുത്ത വാക്യമാണ്, അവൾ പോയി അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അങ്ങനെയാണ് ദൈവം അവളുടെ വിശ്വാസത്തിന്റെ ബലഹീനതകളെ പരിഹരിച്ചത്. പോകട്ടെ, രണ്ടാമത്തെ ഒരു ബലഹീന ഭാവം ഞാൻ പറഞ്ഞല്ലോ. സാരേഭാത്തിലെ വിധം മോശമാണെന്ന് പറയാനല്ല ഞാനിത് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള വിശ്വാസ ജീവിതത്തിന്റെ ചില ബലഹീന ഭാവങ്ങൾ അവളിൽ ഉണ്ടായിരുന്നു. അതിനെ പരിഹരിച്ചാണ് ദൈവം അവളെ ഉപയുക്തമായ ഒരു ഉപകരണമായി ഉപയോഗിച്ചെന്നൊരു തിരിച്ചറിവിൽ കൂടി നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ ഉണ്ടാകണം എന്ന് പറയുവാനാണ്. രണ്ടാമത്, അവിടെ ബലഹീന ഭാവം എന്താണ്? അവിടെ വിശ്വാസ ജീവിതത്തിന്റെ ഞാൻ പറയും, അത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചോ, നിങ്ങൾക്ക് പറയാൻ പറ്റും. തൊട്ട് മുമ്പ് വരെയുള്ള വാക്യങ്ങളിൽ അവള് സ്വമേധ മനസ്സോടെ ഏലിയാവിനെ പുലർത്തുവാൻ തയ്യാറായില്ല. എന്നാൽ ഏലിയാവ് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ? നീ ആദ്യം പോയി
എനിക്കൊരപ്പം ഉണ്ടായിക്കൊണ്ട് താ. അങ്ങനെ ചെയ്താൽ നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല, നിന്റെ കലശത്തിലെ എണ്ണ തീർന്നു പോവുകയുമില്ല എന്ന് പറഞ്ഞു. തൊട്ടടുത്ത വാക്യമാണ്, അവൾ പോയി അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്റെ ചോദ്യം ഇതാണ്, അതുവരെ ചെയ്യാതിരുന്ന അവൾ ഇത് കേട്ട ഉടനെ ചെയ്തു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണെങ്കിലും ആ വിശ്വാസ ജീവിതത്തിന് ഒരു ചെറിയ ബലഹീനഭാവമുണ്ട്. അവൾ ആ വിശ്വാസത്തിൽ അതേപോലെ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ അതൊരു ബലഹീനതയാകുമായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ അവസാനം വരെ വായിക്കുമ്പോൾ അവളുടെ അന്നേരമുണ്ടായ വിശ്വാസത്തിന്റെ തീവ്രത തുടർന്നു പോകുന്നതായി നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് അവളുടെ വിശ്വാസ ജീവിതത്തെ പറ്റി പഠിക്കുമ്പോൾ അവൾ അന്നേരം പറഞ്ഞ ആ വാക്കിന് ഒരു ചെറിയ ബലഹീനതയുണ്ട്. അതെന്തെന്നറിയാമോ? അവൾ എപ്പോഴാ അത് ചെയ്തത്? നീ ഇന്നത് ചെയ്താൽ നിനക്കിന്നത് കിട്ടും എന്ന ഒരു ഉറപ്പ് അവളുടെ വിശ്വാസ ജീവിതത്തിൽ കിട്ടിയപ്പോഴാണ് അവൾ എന്ത് ചെയ്തത്? അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവളോട് പറഞ്ഞ എന്താ? നീ പോയി അപ്പം ഉണ്ടായിക്കൊണ്ട് പോ, അങ്ങനെ ചെയ്താൽ നിനക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല, എണ്ണയും കുറഞ്ഞു പോകും. അപ്പൊ അതൊരു കണ്ടീഷണൽ ഫെയ്ത്ത് ആയിരുന്നു. അത് അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയാമായിരുന്നു. അവള് തുടർന്നുള്ള അവളുടെ കാലം മുഴുവനും ആ വിശ്വാസത്തിൽ നിലനിന്നിരുന്നെങ്കിൽ. പക്ഷെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ വെളിവാക്കുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഇത് ഇന്നത്തെ വിശ്വാസ ജീവിതത്തിന്റെയും ഒരു ഭാഗമാണ്. ഈ കണ്ടീഷണലായിട്ടുള്ള പ്രോസ്പെറിറ്റിയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിന്റെ തലം ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും പെർവേർട്ടഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയുടെ ഭാവമാണ്. ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്നത് കിട്ടും, നിങ്ങൾ ഈ പെരുന്നാളിന് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ അത് കിട്ടും എന്ന ബോധ്യത്തിൽ ദൈവത്തിലൊരു വിശ്വാസം വെക്കുന്ന ജീവിതത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അപ്പൊ ഞാനതിനെ ഇങ്ങനെ പറയും, അപ്പത്തിന്റെ സമൃദ്ധിയിലുണ്ടായ അല്പവിശ്വാസ ജീവിതത്തിന്റെ ഒരു ഭാവം അവളിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ എന്താണ്? കനൽ വഴികളിൽ കൽപ്പന ഗണ്യമാക്കാത്തൊരു വിശ്വാസ ജീവിതത്തിന്റെ തലമുണ്ടായിരുന്നു. അതിനെ എലിയാവ് പരിഹരിച്ചു. രണ്ടാമത് എന്താണ്? അപ്പത്തിന്റെ സമൃദ്ധിയിലുണ്ടായ ഒരല്പവിശ്വാസ ജീവിതം അവളിൽ കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു. കാരണം ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അവൾ വിശ്വാസ ജീവിതത്തിലേക്ക് ഒരു ചുവടെടുത്ത് വെച്ചത്. അതിന് നിലനിൽക്കുവാൻ അവൾക്കൊട്ട് കഴിഞ്ഞുമില്ല. അതുകൊണ്ട് ഇവിടെ അബ്രഹാമിനെ നമ്മൾ ഓർക്കണം. വിശ്വാസ പിതാക്കന്മാരുടെ പട്ടിക പറയുമ്പോഴുള്ള എബ്രായർ 11:1 വാക്യം എന്താണ്? വിശ്വാസം വന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. എന്നാൽ ഒന്നും കാണാതെ വിശ്വസിക്കുവാൻ അവക്ക് കഴിഞ്ഞില്ല. അവൾ ഇത് ചെയ്താൽ ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ആ വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചത്. ഇത് ഇന്നത്തെ വിശ്വാസ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തലമാണെന്ന് ഞാൻ പറയാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറയാം. ഇപ്പോൾ കേരളത്തിൽ ഒരു BJP MP ഉണ്ടല്ലോ. ആരാണ്? സുരേഷ് ഗോപിയാണ്. ഈ സുരേഷ് ഗോപി ജയിച്ച സമയത്ത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒരുപാട് ഫീച്ചേഴ്സ് ചെയ്തു. ന്യൂസ് ചാനൽസ് എല്ലാം ഒരുപാട് ഇതിനെ സംബന്ധിച്ചുള്ള ഫീച്ചറുകൾ ചെയ്തു. ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു ഫീച്ചറിന്റെ തലക്കെട്ട്, സുരേഷ് ഗോപിയെ ലൂർദ് മാതാവ് ജയിപ്പിച്ചു, അനിൽ ആന്റണിയെ കൃപാസന മാതാവ് തോൽപ്പിച്ചു. ഇതായിരുന്നു തലക്കെട്ട്. ഇതാണ് ആ വിജയത്തെ പറ്റിയുള്ള ഒരു സെക്യുലർ വേൾഡിലെ മീഡിയ അതിനെ അനലൈസ് ചെയ്തിട്ട് നടത്തിയ ഒരു ഫീച്ചറിന്റെ പേര് അവർ കൊടുത്തത് അങ്ങനെയാണ്. എന്താ കൊടുത്തത്? സുരേഷ് ഗോപിയെ ആര് ജയിപ്പിച്ചു? ലൂർദ് മാതാവ് ജയിപ്പിച്ചു. അനിൽ ആന്റണിയെ ആര് തോപ്പിച്ചു? കൃപാസന മാതാവ് തോപ്പിച്ചു. ഇതിലൂടെ ഒന്നും അറിയാൻ മേലാത്ത പോലെ നിങ്ങളുടെ മുഖം കണ്ട ആരെങ്കിലും ഒക്കെ അവിടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയുകയില്ല. ഞാൻ അത് വിധിക്കാൻ ആളുമല്ല. പക്ഷെ എനിക്ക് എന്നെ പറ്റി പറയാനൊരു കാര്യമുണ്ട്. ഞാൻ കുറച്ചാൾ കുന്നംകുളത്തുണ്ടായിരുന്നതാണ്. ഈ 2 പള്ളിക്ക് ഞാൻ എതിരല്ല. കാര്യം എന്റെ നാമത്തിൽ എവിടെയൊക്കെ യാഗപീഠങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് യഹോവയായ ദൈവം മിസ്രൈമ്യരുടെ പ്രവാസകാലം തുടങ്ങുമ്പോഴേ പറഞ്ഞ കാര്യമാണ്. അവിടെ സ്വാഭാവികമായിട്ടും ദൈവസാന്നിധ്യമുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം കിട്ടും, ഇവിടെയും കിട്ടും. അതുകൊണ്ട് ഞാൻ ഇതിന് രണ്ടിനും എതിരല്ല. ഞാൻ ആകെ പറയുവാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ തലം ഈ ലോകത്തിന് കൊടുത്തത് ആരാ?
ആരാ? നമ്മൾ തന്നെ. ഒരു സെക്യുലർ വേൾഡിനെയും കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ഇങ്ങനൊരു തലമുണ്ടെന്ന് പറയിപ്പിച്ചതിന് കാരണക്കാര് നമ്മൾ തന്നെ. ഈ ലൂർദ് മാതാവിന്റെ പള്ളിയിൽ സുരേഷ് ഗോപി ഇലക്ഷൻ ആയപ്പോ പോയി എന്തോ വെച്ചു, അവിടുത്തെ ഒരു വഴിപാടായ സ്വർണ്ണ കിരീടം വെച്ചു. റിസൾട്ട് വന്നപ്പോ ആര് ജയിച്ചു? സുരേഷ് ഗോപി ജയിച്ചു. അപ്പം ഇവിടെ പോയാൽ ഇന്നത് കിട്ടും എന്ന ഒരു തലം ഈ ലോകത്തിന് കൊടുത്ത ക്രിസ്ത്യാനികൾ തന്നെ കൊടുത്തതാ. അത് മനസ്സിലാക്കി ഒരു സെക്യുലർ വേൾഡിലെ ഒരു പത്രപ്രവർത്തകൻ അതിനൊരു തലക്കെട്ട് കൊടുക്കുകയാണ്. അയാളെ ജയിപ്പിച്ചത് ആരാണ്? ലൂർദ് മാതാവാണ്. അതേ സമയത്ത് ഞങ്ങളുടെ നാടിന് അവിടെ നിശ്ചിത മുന്നോട്ട് പോയാലുള്ള ചേർത്തലയ്ക്കടുത്തുള്ള കൃപാസനത്തിൽ ആന്റണിയുടെ ഭാര്യ അനിൽ ആന്റണിയുടെ അമ്മ പോയി സാക്ഷ്യം പറഞ്ഞു. എന്റെ മോൻ ഇന്ന പാർട്ടി നിന്നപ്പോ ഒന്നും കിട്ടിയിരുന്നില്ല. ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ഉടനെ അവനെ ഒരുപാട് മറ്റേ പാർട്ടിക്കാർ വിളിച്ചു, സ്ഥാനം കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു. പക്ഷെ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ഇലക്ഷന് നിന്നു. അവിടെ എന്തോ സംഭവിച്ചു? അനിൽ ആന്റണി തോറ്റുപോയി. അപ്പം അനിൽ ആന്റണി ആര് തോപ്പിച്ചു? ഒന്ന് പറഞ്ഞാട്ടെ. അപ്പൊ എന്റെ ചോദ്യം, ഈ രണ്ടിടത്തും ഇരിക്കുന്ന മാതാവ് ഏതാ? ഏത് മാതാവാ? രണ്ട് മാതാവ് ഉണ്ടോ? ഏത് മാതാവാ? ദൈവമാതാവാണല്ലോ അല്ലേ? പേര് പറഞ്ഞാലും രണ്ടിടത്ത് ഇരിക്കുന്ന മാതാവ് ആരാ? ദൈവമാതാവിന്റെ പണി ഒരാളിനെ തോപ്പിക്കലും ഒരാളിനെ ജയിപ്പിക്കലുമാണ്. ആണോ അനു? ആണോ അല്ലയോ? വേദപുസ്തകത്തിൽ ഒരിക്കൽ മാത്രമേ ഈ അമ്മ എന്തെങ്കിലും അപേക്ഷിച്ചിട്ടുള്ളൂ. അത് കാനാവിലെ കല്യാണ വിരുന്നിൽ ഒരാൾ നാണം കിടന്നു എന്ന് തോന്നിയപ്പം ഒരു കുടുംബം മുഴുവൻ കണ്ണുനീരിലാവുമെന്ന് കണ്ടപ്പോ ആരും അറിയാതെ മോനോട് പോയി പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല കേട്ടോ. അത് ദൈവം സാധിച്ചു കൊടുത്തു, ശരിയാ. പക്ഷേ യാക്കോബും യോഹന്നാനും അവന്റെ ഇടത്തും വലത്തും ഇരിക്കണം, പദവിക്ക് വേണ്ടി കസിൻസാ. യേശുവിന്റെ അടുക്ക ചോദിക്കാൻ വന്നപ്പം അവർ യേശുവിന്റെ അമ്മയെ വിളിച്ചോണ്ടാണോ വന്നേ? ആണോ അല്ലയോ? അല്ല അല്ലേ? അങ്ങനെ വിളിച്ചോണ്ടല്ല വന്നത്. കാരണം അങ്ങനെ വിളിച്ച ആര് പോത്തില്ല ശുപാർശ ചെയ്യാൻ? ആര് പോത്തില്ല? യേശുവിന്റെ അമ്മ പോത്തില്ല. അപ്പൊ ഇത് മനസ്സിലാകാതെയാണ് ഈ ലോകം ഈ പെർവേർട്ടഡ് സ്പിരിച്വാലിറ്റിയുടെ പിറകെ പോകുന്നത്. ഇത് വിശ്വാസ ജീവിതത്തിന്റെ വലിയ അപകടമാണ്. ആരെയും ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഇരിക്കുന്നതല്ല ഒരു വിശുദ്ധന്മാരും ശുദ്ധിമതികളും. നമ്മുടെ സങ്കടങ്ങൾ അവരുടെ മുമ്പിൽ പറയാം. അതല്ലാതെ മതം ഇതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു മീഡിയം അല്ലെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ അപ്പത്തിന്റെ സമൃദ്ധിയിൽ ഉണ്ടാകുന്ന ഈ അല്പവിശ്വാസ ജീവിതം നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ കളങ്കിതമാക്കും, സാക്ഷ്യമില്ലാതാക്കും. ഗൗരവപൂർവ്വം നമ്മൾ ഓർക്കണം. പണ്ട് വായിച്ചൊരു കഥയുണ്ട്, നാണുപിള്ളയുടെ നല്ല കാലം എന്നാണ്. ഈ നാണുപിള്ളയുടെ നല്ല കാലം എന്ന് പറഞ്ഞ നാണുപിള്ള ഒരു കർഷകനാണ്. അയാൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും, പാടത്ത് പണിക്ക് പോകും, രാത്രി വരെ അധ്വാനിക്കും, വരും, പ്രാർത്ഥിക്കും, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, കഞ്ഞി കുടിക്കും, കയറി കിടന്നുറങ്ങും. അങ്ങനെ ഇരിക്കെ നാണുപിള്ളയുടെ ഒരു ദിവസം പോയ വഴിക്ക് കാളവണ്ടിയുടെ ചക്രം കയറി നാണുപിള്ളയുടെ 2 വിരല് നഷ്ടമായി പോയി. ജോലിക്കൊന്നും പോകാൻ പറയാതെ കുറെ നാൾ വീട്ടിലിരുന്നു. അന്നേരം നാട്ടുകാരെല്ലാം പറഞ്ഞു, നാണുപിള്ളയ്ക്ക് ഇപ്പൊ എന്തോ കാലവാ, കഷ്ടകാലമാന്ന് പറഞ്ഞു. അതങ്ങോട്ട് കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് ജോലിക്ക് പോകാൻ വയ്യാതിരുന്ന നാണുപിള്ളയുടെ മകൻ കുവൈറ്റ് ജോലി കിട്ടി വെളിയിൽ പോയി. നല്ല ജോലിയായിരുന്നു. അയാൾ നാട്ടിലെ നല്ല വീടൊക്കെ വെച്ചു, കാറൊക്കെ നാണുപിള്ള മേടിച്ചു കഴിഞ്ഞപ്പോ നാട്ടുകാരൊക്കെ പറഞ്ഞു, നാണുപിള്ളയ്ക്ക് ഇപ്പൊ എന്തോ കാലവാ, നല്ല കാലമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കുവൈറ്റിലെ യുദ്ധം വന്നപ്പോൾ ഇട്ടിരുന്ന തുണി മാത്രം ഇട്ടുകൊണ്ട് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട് ഈ നാണുപിള്ളയുടെ മോൻ തിരിച്ച് നാട്ടിൽ വന്നു. അപ്പൊ നാട്ടുകാരെന്നാ പറഞ്ഞു, നാണുപിള്ളയ്ക്ക് ഇപ്പം എന്നാ കാലമാണ്, കഷ്ടകാലമാണ്. അങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരുന്നപ്പോ കുവൈറ്റിലേക്ക് യുദ്ധമൊക്കെ തീർന്നു. നഷ്ടപരിഹാരമൊക്കെ ഇഷ്ടം പോലെ പൈസ കൊടുക്കുകയും ഈ മോനെ തിരിച്ച് കുവൈറ്റിലോട്ട് അവർ വിളിക്കുകയും ചെയ്തു. അപ്പൊ നാട്ടുകാരെന്നാ പറഞ്ഞു, നാണുപിള്ള അന്ന് ഇന്നും പണ്ടത്തെ അതേ ജീവിതം നയിക്കുന്ന ആളാണ്. നാട്ടുകാർ പിന്നെ ഈ നല്ല കാലവും കഷ്ടകാലവും പറഞ്ഞത് എന്തിന്റെ തലത്തിലാ പ്രിയമുള്ളവരെ? അപ്പത്തിന്റെ സമൃദ്ധിയിലാണ്. അപ്പത്തിന്റെ സമൃദ്ധിയിൽ ഉണ്ടാകുന്ന ആത്മീയത യഥാർത്ഥ ആത്മീയതയുടെ
പരുവപ്പെടലെല്ലാം തിരിച്ചറിയണം. അത് വളരെ ഗൗരവപൂർവ്വം ഈ വേദഭാഗം നമ്മോട് ആവശ്യം. അല്ലെങ്കിൽ അന്നുണ്ടാകുന്ന ആത്മീയതയിൽ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിൽ കുറ്റം പറയാൻ സാധിക്കുകയില്ല. പക്ഷേ അവൾ അതിൽ നിലകൊള്ളുവാൻ സാധിച്ചില്ല എന്ന് തൊട്ടടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അവിടെ രണ്ടാമത്തെ വിശ്വാസ ബലഹീനതയുടെ തലം എന്ന് പറയുന്നത്, അവിടെ വിശ്വാസത്തിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു കാര്യം നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അവൾ അത് ചെയ്തതും. എന്നാൽ ആ വിശ്വാസത്തിൽ കളങ്കമില്ലാതെ തുടർന്ന് നിലനിൽക്കുവാൻ അവർക്കൊട്ട് ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ സാധിച്ചുമില്ല. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു തലമുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ദുർബലപ്പെടുത്തുമെന്ന് പറയുവാൻ തക്കവണ്ണം മാത്രമാണ് ഞാൻ അവിടെ ആഗ്രഹിക്കുന്നത്. മൂന്നാമത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ സാരേഭാത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാം? എന്താണെന്ന് പറയുന്നവർക്ക് ടോണച്ചൻ 100 രൂപ തരും. പറയാമോ? നിങ്ങൾ പറയത്തില്ല. എനിക്ക് അച്ഛനോട് സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങൾ പറയത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചത്. സാരേഭാത്ത് എന്ന പദത്തിന്റെ അർത്ഥം ദ പ്ലേസ് ഓഫ് മെൽറ്റിംഗ് ദ മെറ്റൽസ് എന്നാണ്. ലോഹങ്ങൾ ഉരുക്കുന്ന ഇടമെന്നാണ്. സത്യത്തിൽ ലോഹം മാത്രം ഉരുക്കപ്പെട്ട ഒരു ഇടമല്ല സാരേഭാത്ത്. അവിടെ ഈ വിധവയായ സ്ത്രീയുടെയും ഏലിയാവിന്റെയും ഒരേപോലെ അവരുടെ വിശ്വാസ ജീവിതം ദൈവസന്നിധിയിൽ ഉരുക്കി നോക്കപ്പെട്ട, മൂശ പോലെ ഉരുക്കി നോക്കപ്പെട്ട ഒരു ഇടമായി സാരേഭാത്ത് മാറി. അതെങ്ങനെയാണെന്നാണ് തൊട്ടടുത്ത സംഭവം പറയുന്നത്. തൊട്ടടുത്ത വാക്യങ്ങൾ എന്താ പറയുന്നത്? ഇപ്പോൾ ഏലിയാവ് ആ നാട്ടിൽ എല്ലാവരുടെയും വലിയ ഹീറോയാണ്. കാരണം ആ നാട്ടിൽ പട്ടിണിയായിരുന്നു. അവൻ വന്ന വീട്ടിൽ പട്ടിണിയായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു? അവിടുത്തെ പട്ടിണി മാറി. അവരെല്ലാം സമൃദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരുടെയും മുമ്പിൽ ഹീറോ ആയവൻ തൊട്ടടുത്ത ദിവസം സീറോ ആയിട്ട് മാറുകയാണ്. അതെന്താണെന്ന് തൊട്ടടുത്ത വാക്യം പറയുന്നു. അതെങ്ങനെയാണ് ആയത്? ഈ സാരേഭാത്തിലെ വിധവയുടെ മകൻ എന്തു പറ്റി? അവൻ ദീനം ബാധിച്ച് മരിച്ചുപോയി. ഈ മരിച്ചു പോയ ഉടനെ ഈ സ്ത്രീ പറയുന്ന വാക്യങ്ങൾ, 2 വാക്യങ്ങൾ നമുക്കൊന്നും കൂടെ ഇതുവരെ വായിച്ച കണ്ണുകൊണ്ടല്ലാതെ ഒന്ന് വായിക്കാം. അവൾ പറഞ്ഞ ഇതാണ്: അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നു നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, അവളുടെ വിശ്വാസ ജീവിതം ആഴമുള്ളതായിരുന്നുവെങ്കിൽ അവളുടെ വായിൽ നിന്ന് വരേണ്ട ഒരു വാചകമല്ലല്ലോ പ്രിയമുള്ളവരെ അത്. സത്യത്തിൽ ഏലിയാവ് വരുമ്പോൾ ഏലിയാവ് അവളുടെ മകനെ കൊല്ലാനാണോ വന്നത്? ആണോ അല്ലയോ? അല്ല. ഏലിയാവ് വരുമ്പോൾ മകനെ കൊല്ലാനിരുന്നത് ആരാണ്? അവള് തന്നെ പറഞ്ഞല്ലോ. അവളെന്താ പറഞ്ഞേ? ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നു, അപ്പം കഴിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോന്നു? ഞങ്ങള് മരിപ്പാനിരിക്കും. സത്യത്തിൽ മകനെ കൊല്ലാനിരുന്നവൾ ആത്മഹത്യ ചെയ്യാനിരുന്നവളാണ്. എന്നാൽ അവൾ സുഭിക്ഷതയുടെ നാളുകളിൽ ദൈവം അവളെ ഉയർത്തി. അവളുടെ വിശ്വാസത്തിന് ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ ഏലിയാവും അവളുടെ ജീവിച്ചു പോകുന്നു. പക്ഷേ അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഗ്നി പരീക്ഷ അവളുടെ മുമ്പിൽ വരികയാണ്. അവൾക്ക് ഭർത്താവില്ലെന്ന് നമുക്കറിയാം. സാരേഭാത്തിലെ വിധവയാണ്. അവിടെ ആകെ ആശ്രയം ആ മകനാണ്. ആ മകനാണ് ഒരു ദിവസം എന്തു പറ്റിയത്? മരിച്ചുപോയത്. ഏലിയാവ് ഒന്നും അവളോട് ചോദിക്കുന്നില്ല. അവളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അവൾ ജീവിക്കുവാൻ കാരണമായ, ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും കാരണമായ ഏലിയാവ് അവളോടൊന്നും ചോദിച്ചില്ല. ആകെ വന്ന് ചോദിച്ചത് എന്താ സംഭവിച്ചതെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോഴേക്കും അവൾ പറഞ്ഞ മറുപടിയാണ് എന്താണ്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നു നീ വന്നത്. പ്രിയമുള്ളവരെ, മൂന്നാമത് അവിടെ വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനതയുടെ തലം എന്തെന്നറിയാമോ? ഞാൻ പറയും, ഇന്നലകളുടെ പാപങ്ങൾ വേട്ടയാടുന്നൊരു വിശ്വാസ ജീവിതമായിരുന്നു. ആരുടേത്? സാരേഭാത്തിലേത്. എന്താണ് അവൾ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഞാൻ പറയാം. ഒന്ന്, ചില വ്യാഖ്യാതാക്കൾ പറയുന്ന ഇതാണ്: ഇപ്പോൾ ഏലിയാവ് താമസിക്കുന്നത് എവിടെയാണ്? അവരുടെ വീടിന്റെ മുകളിലാണ്. അപ്പോൾ ഒരുപക്ഷെ അവരുടെ വീട്ടിൽ അവരുടെ
ജീവിതചര്യകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഏലിയാവ് വിളിച്ചു പറയുന്നുണ്ടാവും, നീ ഇപ്പൊ ചെയ്യുന്നത് തെറ്റാണ്. അതൊരു പക്ഷെ വർത്തമാനകാലത്തിനൊരു വ്യാഖ്യാനമാണെങ്കിൽ അങ്ങനാണ്. എന്നാൽ കുറച്ചും കൂടി ആഴമുള്ളൊരു വ്യാഖ്യാനം ചിലർ പറയുന്നുണ്ട്. അത് ഇതാണ്: യേശു ശമരിയാക്കാരിയോട് സംസാരിച്ചപ്പോൾ അവളോട് പറഞ്ഞല്ലോ, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ അവൾ എന്ത് പറഞ്ഞു? എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ 7 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഇന്നലത്തെ പാപജീവിതത്തെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് യേശു അവിടെ ചെയ്തത്. ഇവിടെയും സമാനമായ ഒരു കാര്യമാണ്. മഴ കണ്ടിട്ടില്ലയോ? ആദ്യമായിട്ടാണോ? മഴ എന്നേക്കാളും കൂടുതൽ മഴ കണ്ടിട്ടുണ്ട്. തൽക്കാലം കുറച്ചു നേരത്തെ ഒരു 10-20 മിനിറ്റ് ഞാൻ നിർത്തും. എന്നെ നോക്കിക്കും. അപ്പോ ഈ ഒരു അനുഭവത്തിൽ വേദപണ്ഡിതന്മാർ പറയുന്ന കാര്യം ഇതാണ്: ഇപ്പോൾ അവളുടെ മകൻ മരിച്ചു. അവൾ ഭാരപ്പെടുന്നത് എന്തിനെ ഓർത്താന്നറിയാമോ? ഇപ്പൊ കുറെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ വരും. എന്നിട്ട് അവര് പറയും, നിന്റെ ഭർത്താവ് ഇന്നാളിലെ മരിച്ചു പോയല്ലോ, നിന്റെ കയ്യിലിരിപ്പുണ്ട്. ഇപ്പം നിന്റെ മകൻ മരിച്ചു പോയല്ലോ, ജീവിതത്തിൽ എന്തെങ്കിലും നന്മ നിനക്കുണ്ടോ? നീ ഇന്നു വരെ ജീവിച്ച നിന്റെ ജീവിതം കൊണ്ടാടി നിനക്കിതെല്ലാം നഷ്ടമാകുന്നത് എന്ന് പറയുമ്പോൾ അവളുടെ എന്തെങ്കിലും ഏറ്റുപറയപ്പെടാത്ത അവളുടെ പൂർവകാല ജീവിതത്തിന്റെ ഏതെങ്കിലും പാപസ്മരണകൾ അവളെ വേട്ടയാടുന്നത് കൊണ്ടാകണം മകൻ മരിച്ചു പോയ ഉടനെ ഒന്നും ചോദിക്കാതെ അവൾ ആദ്യമേ പ്രവാചകനോട് പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞത്? എന്റെ മകനെ കൊല്ലേണ്ടതിനും എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനുമാകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും വിശ്വാസ ജീവിതം നയിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം: നമ്മുടെ ഇന്നു വരെയുള്ള ജീവിത വഴികളിലെ ഏതെങ്കിലും പാപങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്? ഇന്നലകളുടെ പാപങ്ങളുടെ ബന്ധനത്തിലാണോ നാം ഇന്ന് കഴിയുന്നത്? വളരെ ഗൗരവപൂർവം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യം ചോദിക്കണം. വിശ്വാസ ജീവിതം കേവലം നയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിർമ്മലമായ വിശുദ്ധ ജീവിതമാകണം. അവിടെ വിശ്വാസ ജീവിതത്തിന് ആഴമില്ലാതെ പോയതിന്റെ കാരണം ഇന്നലകളുടെ പാപങ്ങൾ വേട്ടയാടുന്നൊരു വിശ്വാസ ജീവിതമായിരുന്നു സാരേഭാത്തിലെ വിധവയുടേതെന്ന് അവളുടെ വാക്കുകൾ തന്നെ പറയുന്നു. മാത്രവുമല്ല, അവളുടെ വാക്കുകളിൽ ഒരാഴമുള്ള നന്ദിയില്ലായ്മയുണ്ട്. ഇല്ലേ? ഏലിയാവ് അന്ന് വരെ അവൾക്കിരുന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഉടനെ അവൾ ഏലിയാവിനോട് പറഞ്ഞു, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ മകനെ കൊല്ലേണ്ടതിനാണോ വന്നതെന്ന് അന്ന് വരെ ഏലിയാവ് ചെയ്ത എല്ലാ നന്മകളെയും മറന്നുകൊണ്ട് ഒറ്റ വാചകത്തിൽ ആ നന്മകൾക്കെല്ലാം വിരുദ്ധമായ സംസാരം ആരിൽ നിന്നുമുണ്ടായി? സാരേഭാത്തിലെ വിധവയിൽ നിന്നുമുണ്ടായി. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കാമോ? ആരും ഒന്നും പറഞ്ഞില്ല. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് തണുത്തില്ലേ? മഴയെ അങ്ങനെ കണ്ടാ മതി. പ്രതികൂല ഇതൊന്ന് പറഞ്ഞ അവസാനിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതം ദൈവസന്നിധിയിൽ ആഴമുള്ളതാകണമെങ്കിൽ ഇന്നലകളുടെ പാപങ്ങളാൽ വേട്ടയാടപ്പെടാത്തൊരു വിശ്വാസം നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റുപറയപ്പെടാത്ത ഒരു ഭൂതകാലവും ഉണ്ടാകരുത് ദൈവസന്നിധിയിൽ. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാകും. ഒരു സംഭവം എന്നോട് ഒരാൾ പങ്കുവെച്ചൊരു സംഭവം ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഞാനൊരു വിദേശ രാജ്യത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു വീട്ടമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടമ്മയെ കാണുവാൻ പ്രസംഗം കഴിഞ്ഞിട്ട് അവരൊരു 10 മിനിറ്റ് സമയം എന്നോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അച്ഛാ, ഞാനും എൻ്റെ ഭർത്താവുമായിട്ട് ഇവിടെ സന്തോഷമായിട്ട് നാട്ടിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്ന് 7-8 വർഷക്കാലം ഞങ്ങൾ ഇവിടെ വന്ന് സന്തോഷമായിട്ട് ജീവിച്ചു വരികയായിരുന്നു.
എനിക്ക് വേണമെങ്കിൽ ക്ഷമിക്കാമായിരുന്നൊരു വിഷയത്തിൽ ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് തെറ്റി. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ആ പിണക്കത്തിൽ നിന്നൊന്ന് ഇണങ്ങുവാൻ ഒരിക്കലും ഞങ്ങൾക്ക് സാധിച്ചില്ല. അങ്ങനെ സാധിക്കാതെ വന്നപ്പം ഇദ്ദേഹം എന്നോടൊപ്പമുള്ള താമസം മതിയാക്കി മറ്റൊരു ഫ്ളാറ്റിൽ പോയി മറ്റൊരു സ്ത്രീയുമായി വിവാഹ ജീവിതം ആരംഭിച്ചു. അന്ന് എനിക്കൊരു മകനുണ്ട്. ആ മകൻ എന്നോടൊപ്പമാണ് വളർന്നത്. അയാൾ പോയി മറ്റൊരു സ്ത്രീയോടൊപ്പം, മറ്റൊരു രാജ്യക്കാരിയായ ഒരു സ്ത്രീയോടൊപ്പം വിവാഹ ജീവിതം ആരംഭിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ആ ബന്ധത്തിൽ അവർക്കൊരു മകളും ഉണ്ടായി എന്ന്. അങ്ങനെ രണ്ടിടത്തായി ഞങ്ങൾ, എൻ്റെ മകനും ഞാനും ഒരിടത്തും, അയാൾ പുതുതായി വിവാഹം കഴിച്ച ഭാര്യയും ആ ബന്ധത്തിലുണ്ടായ മകളും മറ്റൊരിടത്തുമായി ജീവിച്ചു വരികയാണ്. അങ്ങനെ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറെ നാളുകൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അയാളെ ഉപേക്ഷിച്ച് ആ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ പോയി. അയാളും ആ മകളും മാത്രം ആ സ്ഥലത്തായി. ഇത് ഞാൻ അറിഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ക്ഷമിക്കാമായിരുന്ന ഒരു വിഷയത്തിന്റെ പുറത്താണല്ലോ ഇതെല്ലാം ഉണ്ടായതെന്ന് ചിന്തിച്ചപ്പം ഞാൻ കരുതി ആ മനുഷ്യനെ തിരികെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാമെന്ന്. അങ്ങനെ ഞാൻ പോയി അയാളെയും അയാളുടെ മകളെയും എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ ക്ഷണിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ 12 വർഷമായി ഒരുമിച്ച് ജീവിച്ചു വരികയാണ്. എന്നാൽ അച്ഛാ, ഇപ്പം രാത്രിയിൽ കിടന്നാൽ ഉറക്കമില്ല. കാരണം എന്തെന്നറിയാമോ? അയാള് രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീ മറ്റൊരു ഫേഷ്യൽ, നമ്മുടെ മംഗളോയിഡ്സ് എന്ന് പറയുന്ന പോലെ ഒരു ഇന്തോനേഷ്യൻസിന്റെയൊക്കെ ചൈനീസിന്റെയൊക്കെ മുഖമുണ്ടല്ലോ, അങ്ങനെയുള്ള മുഖമുള്ള ഒരു കുട്ടി, ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് ആ മകൾക്ക് അവരുടെ ഒരു മുഖഭാവമാണ്. അപ്പൊ എന്റെ മകനോ ആ മകൾക്കോ അറിയത്തില്ല കഴിഞ്ഞ 12 വർഷമായി അവർ ഒരുമിച്ച് ജീവിക്കുന്നുവെങ്കിലും 2 ബന്ധത്തിലുണ്ടായ കുഞ്ഞുങ്ങളാന്ന് അവർക്കറിയത്തില്ല. പക്ഷെ ഇപ്പൊ എന്റെ മകന് തിരിച്ചറിവായി. അവന്റെ അനിയത്തിയുടെ മുഖഭാവത്തിലുള്ള ഈ വ്യത്യാസം എന്താണെന്ന് അവന്റെ അപ്പനോടും എന്നോടും ചോദിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങൾ രാത്രിയിൽ ഉറക്കമില്ലാതെ കിടക്കുകയാണിപ്പം. അദ്ദേഹത്തിനൊരു പ്രയാസമാണ്. ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു വീഴ്ച കൊണ്ട് ഇങ്ങനെ ഉണ്ടായ ഒരു മകളാണ് അവളെന്നറിഞ്ഞാൽ ഈ മകൻ തന്നെ വെറുക്കുമോ എന്ന അപ്പൻ ഭാരപ്പെടുകയാണ്. എനിക്കും അങ്ങനെ ഒരു ഭാരമുണ്ട്. എൻ്റെ കൂടെയുള്ള മകൻ ഞാൻ അപ്പനോട് ഇങ്ങനെ പെരുമാറിയത് കൊണ്ടാണല്ലോ ഈ ഒരു ജീവിതം ഉണ്ടായതെന്ന പ്രയാസത്തിലായിരിക്കുമെന്ന് കരുതി ഞാനും വല്ലാതെ ഭാരപ്പെടുകയാണ് അച്ഛാ. സത്യത്തിൽ ഒരിക്കൽ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ ജീവിതം ഇന്ന് നീറി ഞങ്ങൾ രണ്ടുപേരും കഴിക്കുകയാണ്. ഒറ്റ ദിവസം സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല. മക്കൾ ഞങ്ങളെ വെറുത്തു പോകുമോ എന്ന് ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രയാസമേറിയ ഒരു തലമാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. സാരേഭാത്തിലെ വിധവയുടെ ജീവിതത്തിന്റെ ബലഹീനമായ വിശ്വാസത്തിന്റെ 3 തലത്തെയും ഏലിയാവ് പരിഹരിക്കുന്നു. ഒന്നാമത്, അവൾ കനൽ വഴികളിൽ ദൈവകൽപ്പന ഗണ്യമാക്കാതെ പോയ ജീവിതമാണെങ്കിൽ അവളെ അതിലേക്ക് ഏലിയാവ് കൊണ്ടുവരുന്നു. രണ്ടാമത്, അവിടെ വിശ്വാസ ജീവിതം അപ്പത്തിന്റെ സമൃദ്ധിയിലുണ്ടായ അല്പവിശ്വാസ ജീവിതമാണെങ്കിൽ അതുകൊണ്ട് അത് വളരെ വേഗം തണുത്തു പോയപ്പോൾ പിന്നീട് അവളുടെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണങ്ങളുടെ കാലഘട്ടങ്ങളിൽ അവൾ നന്ദികേടിന്റെയും ഇന്നലത്തെ പൂർവ്വകാല പാപങ്ങളുടെയും ബന്ധനത്തിലാണ് കഴിയുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഏലിയാവ് അവളോട് മറുത്തൊന്നും പറഞ്ഞില്ല. അവളോട് പറഞ്ഞു, നിന്റെ പ്രശ്നം എന്താ? നിന്റെ കുഞ്ഞ് മരിച്ചു പോയതാണോ? അവനെ ഇങ്ങ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ഏലിയാവ് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി. അവിടെ ആ കുഞ്ഞിനെ താൻ കിടക്കുന്ന മുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന്റെ ജീവൻ അവനിലേക്ക് മടങ്ങി വന്നു. ആ കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവൾ ഏറ്റു പറഞ്ഞു, നിന്റെ ദൈവമാണ് ദൈവം. നോക്കൂ, വളരെ ബലഹീനമായ ഒരു വിശ്വാസ ജീവിതത്തിൽ നിന്ന് നിന്റെ ദൈവമാണ് സത്യദൈവം എന്ന വലിയ ആഴമുള്ള ബോധ്യങ്ങളിലേക്ക് അവിടെ വിശ്വാസ ജീവിതത്തെ പരിവർത്തനം ചെയ്യുവാൻ തക്കവണ്ണമാണ് ദൈവം ഏലിയാവിനെ ഉപയോഗിച്ചത്. അതുകൊണ്ട് സാരേഭാത്തിലെ വിധവയുടെ ജീവിതം ഈ 3 വിശ്വാസ ജീവിതത്തിന്റെ കുറവുള്ള അനുഭവങ്ങളെ നമുക്ക് കാണിച്ചു തരുമ്പോഴും അതിനെ മറികടക്കുവാൻ ദൈവം അവളെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മളത് മറന്നു പോകരുത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനതകളിൽ ദൈവം ഇടപെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെയും അപ്രകാരം പരുവപ്പെടുത്തുവാൻ, ഈ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഞാൻ ഈ ഭാഗത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വല്ലാത്ത മഴയാണ്, നിങ്ങൾ അസ്വസ്ഥരാണ്. ടോണച്ചൻ പറഞ്ഞതുകൊണ്ട് ഈ സമയത്ത് പാട്ട് പാടാൻ പറ്റുമോ? സ്തോത്രാഴ്ച എടുക്കാം.
ഞാൻ പറയുന്നത് കേൾക്കാമോ? ഒരല്പം പ്രശ്നമായി എന്ന് എനിക്കറിയാം. എന്നാലും അടുത്തൊരു ഭാഗവും കൂടിയും. എന്തായാലും ആരും കുട കൊണ്ടുവന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ആർക്കും വീട്ടിൽ പോകാൻ പറ്റുകയില്ല. ഞാൻ പ്രസംഗം നിർത്തിയാലും ആർക്കും വീട്ടിൽ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒരു അല്പസമയം രണ്ടാമത്തെ അമ്മയുടെ കാര്യം കൂടെ ഈ മഴയത്തിരുന്ന് കേൾക്കാം. അപ്പൊ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കുമല്ലോ. രണ്ടാമത്തെ അമ്മ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിലാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 8 മുതലുള്ള വാക്യം. അവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ഒരു ദിവസം ഏലിശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാകുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവനൊരു കട്ടിലും ഒരു മേശയും ഒരു കസേരയും ഒരു വിളക്കും വെക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ സ്ത്രീ ആരാണ്? ആരും കേൾക്കുന്നില്ലേ? രണ്ടാമത്തെ സ്ത്രീ ആരാണ്? ശൂനോങ്കാരി സ്ത്രീയാണ്. സാരേഫാത്ത് എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. എന്താണ്? ലോഹങ്ങൾ ഉരുക്കുന്ന ഇടമാണ്. ശൂനോം എന്ന പദത്തിന്റെ അർത്ഥം പറയാമോ? നമ്മൾ സാധാരണ വളരെ ഫെമിലിയറായ 2 പദങ്ങൾ നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലെ ഒരു പദമാണ് ഇതിന്റെ റൂട്ട്. ഏത് പദമാണെന്നറിയാമോ? ഷൈനോ എന്നൊരു പദം കേട്ടിട്ടുണ്ടോ? ഷൈനോ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ശാന്തി, സമാധാനം എന്നൊക്കെയാണ്. ശൂനോം അതേ റൂട്ടിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. ശൂനോം എന്ന പദത്തിന്റെ അർത്ഥം ദ പ്ലേസ് ഓഫ് ട്രാങ്ക്വിലിറ്റി എന്നാണ്. സമാധാനത്തിന്റെ ഇടമാണ്. സാരേഫാത്ത് പരീക്ഷണത്തിന്റെ ഇടമാണെങ്കിൽ ശൂനോം സമാധാനത്തിന്റെ ഇടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ അമ്മയുടെ ജീവിതം ദൈവം ഉപയോഗിച്ച ജീവിതമാണെങ്കിലും അവിടെ വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനതകളെ പരിഹരിച്ചുകൊണ്ടാണ് ഉപയോഗിച്ചത്. അമ്മയുടെ ജീവിതത്തിൽ നമ്മുടെ ആനുകാലിക വിശ്വാസ ജീവിതത്തിന്റെ 3 കുറവുകളെയും നാം കണ്ടു. അവയെ എങ്ങനെയാണ് ഏലിയാവ് പരിഹരിച്ചതെന്നും കണ്ടു. രണ്ടാമത്തെ ഈ അമ്മയുടെ ജീവിതം നമ്മുടെ ഇന്നത്തെ വിശ്വാസ ജീവിതത്തിനൊരു വെല്ലുവിളിയാണ്. കാര്യം അത്രയും ആഴമുള്ള ഒരു വിശ്വാസത്തിന്റെ തലം ശൂനോങ്കാരി സ്ത്രീയിൽ കാണാം. പക്ഷെ ഇവർ തമ്മിൽ ആത്യന്തികമായ ചില വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, സാരേഫാത്തിലെ വിധവയായ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഏലിയാവ് അവിടെ അടുക്ക വരുമ്പോൾ അവൾക്ക് ഭർത്താവില്ല. ആരുണ്ട്? ഒരു മകനുണ്ട്. എന്നാൽ ശൂനോങ്കാരി സ്ത്രീയുടെ അടുക്കിലേക്ക് വന്ന പ്രവാചകൻ ആരാണ്? ഏലിശയാണ്. ഏലിശ ശൂനോങ്കാരി സ്ത്രീയുടെ അടുക്ക വരുമ്പോൾ ശൂനോങ്കാരി സ്ത്രീക്ക് ഭർത്താവുണ്ട്, പക്ഷെ ആരില്ല? ഒരു മകനില്ല. ആത്യന്തികമായ ചില വ്യത്യാസങ്ങൾ ഞാൻ ആദ്യമേ പറയുന്നത് ഇന്നത്തെ ഈ ഒരു സാഹചര്യം കൊണ്ടാണ്. ഈ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്, സാരേഫാത്തിലെ വിധവ ദരിദ്രയായ ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ ശൂനോങ്കാരി സ്ത്രീയെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യ വാക്യത്തിൽ തന്നെ പറയുന്ന വാക്യം എന്താണ്? ഒരു ദിവസം ഏലിശ ശൂനേമിലേക്ക് പോയി. തൊട്ടടുത്ത വാക്യം എന്താ? അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ്. ശൂനോമിലെ സ്ത്രീ ധനികയായ, ധനാട്ടിയായ ഒരു സ്ത്രീയായിരുന്നു. എന്നിട്ടും അവൾ ചെയ്ത എന്താണ്? ഏലിയാവിനെ പുലർത്തണമെന്നൊരു ദൈവകൽപ്പന ആർക്കുണ്ടായിരുന്നു? സാരേഫാത്തിലെ വിധവയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഏലിശായെ പുലർത്തണമെന്ന ഒരു ദൈവകൽപ്പനയും ആർക്കില്ലായിരുന്നു? ശൂനോങ്കാരി സ്ത്രീക്കില്ലായിരുന്നു. നമ്മൾ വായിക്കുന്നതെന്നറിയാമോ? ഏലിശ അതുവഴി പോകുന്നുണ്ടോ എന്നറിഞ്ഞിട്ട് അവൾ പോയി ഏലിശായെ നിർബന്ധിച്ചു തന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഏലിശ വന്ന് ഭക്ഷണം കഴിച്ചു. തൊട്ടടുത്ത വാക്യം പറയുന്നു, പിന്നീട് അതുവഴി പോകുമ്പോഴൊക്കെയും ഏലിശ അവിടെ കയറി ഭക്ഷണം കഴിക്കുമായിരുന്നു. അങ്ങനെ ഏലിശ 2-3 തവണ വന്നു പോയപ്പോൾ ശൂനോങ്കാരി സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായി. അതാണ് എനിക്ക് അവിടെ വിശ്വാസ ജീവിതത്തിന്റെ മേന്മയായി ഒന്നാമത് പറയാനുള്ളത്. അതെന്താണെന്നറിയാമോ? ഞാൻ പറയും, സമ്പന്നതയിലും സമൃദ്ധിയിലും ദൈവത്തിനിടം കൊടുത്തൊരു വിശ്വാസ ജീവിതമായിരുന്നു ആരുടേത്? ശൂനോങ്കാരോ.
സാരേഭാത്തിലെ വിധവ കനൽ വഴികളിൽ കൽപ്പന മറന്ന വിശ്വാസ ജീവിതമായിരുന്നുവെങ്കിൽ ശൂനോങ്കാരി സ്ത്രീയുടേത് സമ്പന്നതയിലും ദൈവത്തിനൊരിടമൊരുക്കിയ വിശ്വാസ ജീവിതമായിരുന്നു. ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോഴാണോ ദൈവത്തോട് നമ്മൾ അടുത്തു വരുന്നത്, അതോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളപ്പോഴാണോ? സാധാരണ എപ്പോഴാണ് ദൈവത്തോട് അടുക്കാനുള്ള സാധ്യത കൂടുതൽ? എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുള്ളപ്പോഴാണ്. പക്ഷേ ശൂനോങ്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ സമ്പന്നയാണ്, ധനികയാണ്. എന്നിട്ടും ഏലീശ അവളുടെ വീട്ടിൽ 2-3 തവണ വന്നു പോയപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. എന്തെന്നറിയാമോ? ഞാൻ സമ്പന്നയായിരിക്കുന്നുവെങ്കിലും എന്റെ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ലെങ്കിലും എന്റെ വീട്ടിൽ ഒരു കുറവുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ നിങ്ങൾ ഈ വാക്യം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ശൂനോങ്കാരി സ്ത്രീ ഒരു ഓർത്തഡോക്സുകാരിയാണ്. എന്താന്ന് ഞാൻ കാര്യം പറയാമോ? ഒരു ഓർത്തഡോക്സുകാരനായിരുന്നു അച്ചായൻ. എന്താ ഞാനത് പറയാൻ കാരണമെന്ന് പറയാമോ? നമ്മൾ ഇത്രയും വാക്യങ്ങൾ വായിച്ചല്ലോ, എവിടെയെങ്കിലും ശൂനോങ്കാരി സ്ത്രീയുടെ ഭർത്താവിനെ പറ്റി പറഞ്ഞോ? വീട്ടിൽ ഏലീശ വന്നു, ഭക്ഷണം കഴിച്ചു, 2-3 തവണ പോയി. അവിടെ എങ്ങും ഭർത്താവിനെ പറ്റി ഒരു പരാമർശമില്ല. കാരണം എന്താണെന്നറിയാമോ? വീട്ടിലെ ആത്മീയതയെല്ലാം ആരെ ഏൽപ്പിച്ചേക്കുക? അതാ പ്രാർത്ഥനയ്ക്ക് വരുവാ അച്ഛാ, അത് അവള് പോകുന്നുണ്ട്. അതിന് പോകുന്നുണ്ടോ അച്ഛാ? അതെ, വീട്ടിലെ ഞാൻ എല്ലാത്തിനും അവളെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ 2-3 തവണ ഏലീശ അങ്ങനെ വന്നു പോയി കഴിഞ്ഞപ്പോ അവക്ക് തന്റെ വീട്ടിലെ കുറവ് മനസ്സിലായി. പക്ഷെ അവൾ നിർബന്ധിക്കാനൊന്നും പോയില്ല. നമ്മൾ പറയുമല്ലോ, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു പറയുന്ന പോലെ, അവൾ അങ്ങനെ ഈ ഒരു അനുഭവത്തിലോട്ടൊന്നും വരാത്ത ഭർത്താവിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. എന്തെന്നറിയാമോ? അവൾ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നമുക്കിതെല്ലാം ഉണ്ട്, അച്ഛന് ഇഷ്ടം പോലെ വസ്തുവുണ്ട്, നമുക്ക് നല്ല വീടുണ്ട്, എല്ലാം ഉണ്ട്, നമുക്കൊന്നിനും ഒരു കുറവുമില്ല. പക്ഷെ ഏലീശായുടെ വന്നു പോയപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. ഏലീശായ്ക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ വീട്ടിലൊരു സ്ഥലമില്ല. നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ട്, ധനമുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. സാരേഭാത്തിലെ വിധവ ദരിദ്രയായിരുന്നെങ്കിലും അവിടെ വീട്ടിൽ ഒരു പ്രാർത്ഥനാമുറി ഉണ്ടായിരുന്നു. ശൂനോങ്കാരി സ്ത്രീ ധനികയായിരുന്നുവെങ്കിലും അവൾ തിരിച്ചറിയുന്നു തന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായതിന്റെ ഒരു കാരണം, തനിക്ക് എല്ലാ സമൃദ്ധിയും ഉണ്ടെങ്കിലും തന്റെ വീട്ടിൽ ദൈവത്തിനൊരു ഇടമില്ല. അവൾ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ അവൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അവിടെ വിശ്വാസ ജീവിതത്തിന്റെ മേന്മ. ഇന്ന് നമ്മുടെ അപകടം, നമ്മുടെ വീട്ടിലെ എല്ലാ സമൃദ്ധികൾക്കും നടുവിൽ ദൈവമില്ല എന്നത് ഇന്ന് നമുക്കൊരു പ്രശ്നമേ അല്ലാതായിരിക്കും. പണ്ടൊരു കഥയിൽ വായിച്ച പോലെ, എല്ലാവരും ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ വാതുക്കലുള്ള ഒരു കടയിൽ നിന്ന് മെഴുകുതിരി മേടിച്ചുകൊണ്ട് പോകും. കാര്യം അങ്ങോട്ടുള്ള ഗ്രാമത്തിൽ വഴിവിളക്കുകളോ കരണ്ടോ ഇല്ല. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ മെഴുകുതിരി മേടിക്കാതായി. അയാൾ ആ ദിവസവും മെഴുകുതിരി മേടിക്കാതെ ആ ഗ്രാമത്തിലേക്കുള്ള നടപടിയിൽ പോകുന്നത് കണ്ടപ്പോൾ കടക്കാരൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ചേട്ടന് മെഴുകുതിരി ഒന്നും വേണ്ടേ? പോന്ന വഴിയൊക്കെ ഇരുട്ടല്ലേ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, നടന്ന് ഇപ്പം വെളിച്ചമില്ലാതെയും നടക്കാൻ ഞാൻ ശീലിച്ചിരിക്കും. അത് ഈ കാലത്തിന്റെ ഒരു ദുരന്തമാണ് പ്രിയമുള്ളവരെ. എല്ലാ സമൃദ്ധികൾക്കും നടുവിൽ വെളിച്ചമില്ലാതെ ജീവിക്കുവാൻ, ദൈവത്തിന് ഇടം കൊടുക്കാതെയും ജീവിക്കുവാൻ നാം പരിശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവമില്ലാത്തതൊന്നും ഇന്ന് നമുക്കൊരു പ്രശ്നമേ അല്ല. നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ അവരെല്ലാ സമൃദ്ധികളുടെ നടുവിലാണ് ജീവിക്കുന്നത്. എന്നാൽ അവർക്ക് ദൈവമുണ്ടോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടമുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ അടുത്ത് വളരെ ലജ്ജിപ്പിച്ചൊരു കാര്യം. ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ഒരു റീൽസാണ്. അതിൽ കാനഡയിൽ നിന്ന് വന്ന ഒരു 10-32 വയസ്സുണ്ട് ഏകദേശം തോന്നിക്കും. അവർക്ക് ഒരു സ്ത്രീയാണ്, ഒരു വീട്ടമ്മയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അവരിങ്ങനെ, ഇപ്പൊ എല്ലാവരും വ്ളോഗാണല്ലോ, നാട്ടിൽ വന്നിട്ട് ഉള്ള സ്ഥലത്തെല്ലാം പോയി മൊബൈലിനകത്ത് വ്ളോഗ് എടുത്തിടുക. അപ്പൊ അവരിങ്ങനെ പറയുകയാണ്, ഹലോ ഗൈസ്, ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ന സ്ഥലത്തെ ഷാപ്പിലാണ്. 37 വയസ്സുള്ള വീട്ടമ്മയാണ് കേട്ടോ, ക്രിസ്ത്യാനിയാണ്.
കുരിശൊക്കെ കിടപ്പുണ്ട് മാലയിൽ. അവർ പറയുകയാണ്, ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ന സ്ഥലത്തെ ഷാപ്പിലാണ്. ഈ തവണ കാനഡയിൽ നിന്ന് വരുമ്പോഴേ അച്ചായൻ പറഞ്ഞായിരുന്നു, നിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോകും, അവിടെ നല്ല ഒന്നാന്തരം മധുരക്കള്ള് കിട്ടും. ദാ ഗൈസ്, ഇവിടെ കല്ലുമക്ക വറുത്തതുണ്ട്, ഇവിടെ ഞണ്ട് വറുത്തതുണ്ട്, ഇവിടെ പ്രോൺസ് വറുത്തതുണ്ട്, എല്ലാരും ഇങ്ങോട്ട് പോരെ. അവക്ക് വെള്ളമടിക്കണമെങ്കിൽ വെള്ളമടിച്ചാൽ പോരെ, നാട്ടുകാരെ കാണിക്കണം. പണ്ടൊക്കെ നാട്ടിലൊക്കെ ഗൾഫിൽ നിന്നോ വെളിയിൽ നിന്നോ ഒരാൾ വരുമ്പം പറയും, ഈ തവണ വന്നിട്ട് പോകുമ്പോൾ പരിമലപ്പള്ളിയിൽ ഒന്ന് പോകണം, അല്ലെ മണർകാട് പള്ളിയിൽ ഒന്ന് പോകണം. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ടൂർ പാക്കേജുകൾ. ഇപ്പൊ അവിടുന്ന് വരുമ്പോഴേ പാക്കേജാണ്, ഷാപ്പിൽ പോകണം, കല്ലുമക്ക കഴിക്കും, എന്നുള്ള നാട്ടുകാരെ കാണിക്കും. ഹലോ ഗൈസ്, ഇത്ര മനോഹരമായ ആചാരങ്ങൾ നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കണം. നമ്മുടെ സമൃദ്ധികൾക്കിടയിൽ ദൈവത്തിനൊരിടമുണ്ടോ? അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇന്നലെ വിവാഹം, നാളെ വിവാഹമോ? കാരണം ഇന്നലത്തെ പാപങ്ങളൊന്നും ഇന്ന് നമുക്ക് പാപങ്ങളല്ല. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മദ്യപിക്കുന്നത് പാപമാണ്. ഇന്നത് പാപമാണോ? പാപമാണോ? പലർക്കും പാപമല്ല. പുകവലിക്കുന്നത് പാപമാണോ? ഇന്ന് പാപമേ അല്ല, ലഘുവായ പാപം. ഞങ്ങൾ അങ്ങനെ വലിയ പാപങ്ങളൊന്നും ചെയ്യാറില്ല. പാപങ്ങൾ ഇതില്ല. ഇന്നിപ്പോ ചില TV പ്രോഗ്രാമുകളുണ്ടല്ലോ, വേദപുസ്തകം അസന്നിഗ്ധമായി പറയുന്നുണ്ട്, സ്വവർഗഭോഗികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയും. ഇന്ന് മലയാളികൾ വീട്ടിലിരുന്ന് കാണുകയാണ്. അവർ തമ്മിൽ ഒരുമിച്ച് അതിനകത്ത് വന്ന് പങ്കെടുത്തല്ലോ, നല്ല പിള്ളേരല്ലേ, അവരെ പോലെ ജീവിച്ചാൽ എന്നാ കുഴപ്പം? കല്യാണം കഴിക്കണം നിർബന്ധമുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിന്തയാണ്. കാര്യം ഈ മീഡിയ എല്ലാം ദേ ആർ നോർമലൈസിംഗ് ദ സിൻ. പാപത്തെ സാമാന്യവൽക്കരിക്കുകയാണ്. ഇന്നലത്തെ പാപങ്ങളൊന്നും ഇന്ന് പാപങ്ങളല്ലാതായി മാറുകയാണ്. അതുകൊണ്ട് തിരിച്ചറിവുണ്ടാകണം പ്രിയമുള്ളവർ. അവിടെ വിശ്വാസ ജീവിതം അവൾ മനസ്സിലാക്കി. ഈ സമൃദ്ധികൾക്കിടയിൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിലും ഈ സമൃദ്ധിയുടെ കൊട്ടാരത്തിൽ അച്ചായ ദൈവത്തിനൊരിടമില്ല. ഷീ വാസ് സോ പർട്ടിക്കുലർ. അവൾ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ചുവരോട് കൂടിയ ഒരു ചെറിയ മാളിക മുറി നമുക്ക് പണിതുണ്ടാക്കണം. അവിടെ ഒരു കട്ടിലും ഒരു വിളക്കും ഒരു കസേരയും നമുക്ക് ഇടണം. അവൻ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ. ഷീ വാസ് സോ പർട്ടിക്കുലർ. എന്ത് വേണമെന്ന് വരെ അവക്കറിയാം. പ്രവാചകന് വലിയ ആർഭാടമൊന്നുമില്ല. അയാൾക്ക് കിടക്കാൻ ഒരു കട്ടിൽ വേണം, ഇരുന്ന് വേദപുസ്തകം വായിക്കാൻ ഒരു മേശയും ഒരു കസേരയും വേണം. രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിളക്ക് വേണം. അങ്ങനെ എല്ലാ സമൃദ്ധികൾക്കുമിടയിൽ അവൾ ദൈവത്തിനൊരു ഇടം കൊടുത്തു. നമ്മുടെ വിശ്വാസ ജീവിതം, അവിടെ വിശ്വാസ ജീവിതം വെല്ലുവിളിക്കുന്നത് അതുകൊണ്ടാണ്. സമൃദ്ധികൾക്കിടയിൽ ദൈവത്തെ മറന്നു പോകുമ്പോൾ സമൃദ്ധികൾക്കിടയിൽ ദൈവത്തിന് ഇടം കൊടുക്കുന്ന ഒരു വിശ്വാസ ജീവിതം ശൂനോമിലെ സ്ത്രീ കാണിച്ചു തരുന്നു. രണ്ടാമത് അവിടെ വിശ്വാസം നമ്മളെ വെല്ലുവിളിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? ഞാൻ പറയും, സങ്കടങ്ങൾക്കിടയിലും കരുതലിന്റെ കരം നീട്ടിയവളാണ് ശൂനോമിലെ വിശ്വാസ ജീവിതം. സങ്കടങ്ങൾക്കിടയിലും കരുതലിന്റെ കരം നീട്ടുന്ന വിശ്വാസ ജീവിതമായിരുന്നു ആരുടേത്? ശൂനോമിലെ സ്ത്രീയുടേത്. അതെന്താണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. നിങ്ങൾ വിചാരിക്കും അവക്ക് മറ്റു കുറവൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ സമ്പത്തെല്ലാം ഉണ്ടെങ്കിലും ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറവെന്താ പ്രിയമുള്ളവരെ? അവർക്കൊരു കുഞ്ഞില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു സങ്കടം ശൂനോമിലെ സ്ത്രീയുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ എന്നിട്ടും അവൾ ആ സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൾ ഈ ദൈവത്തിന് ഇടമൊരുക്കിയപ്പോൾ ഏലിശ അത് കഴിഞ്ഞുള്ള രാത്രിയിൽ അവിടെ വന്നപ്പോൾ ആ വീട്ടിൽ കയറി താമസിച്ചു കഴിഞ്ഞ് അവരുടെ അതിഥി സൽക്കാരവും ഈ മുറിയും എല്ലാം പണിതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഏലിശ അവളോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ ഇത്രത്തോളം ഞങ്ങളെ കരുതിയല്ലേ? നിന്റെ ഈ സങ്കടങ്ങൾക്കിടയിലും നീ ഇത്രത്തോളം ഞങ്ങളെ കരുതിയല്ലേ? പ്രിയമുള്ളവരെ, സങ്കടങ്ങളിൽ നിരാശപ്പെടുകയും പ്രാകുകയും സാരേഫാത്തിലെ വിധവ ആദ്യം ചെയ്തതുപോലെ ഒരുപക്ഷെ ദൈവത്തെ കുറ്റപ്പെടുത്തുകയും നന്ദികെട്ട ഭാഷയെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാമാന്യ ജനങ്ങളാണ് നമ്മൾ. ഇവിടെ എന്നാൽ എല്ലാ സങ്കടങ്ങൾ കടലിന് നടുവിലും ഒരു സ്ത്രീ ദൈവത്തിന് ഇടമൊരുക്കുകയാണ്. അവളുടെ എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി അവൾ മറ്റുള്ളവരെ കരുതുകയാണ്. ഇന്ന് എത്ര പേർക്ക് ഈ കരുതലിന്റെ ഭാവമുണ്ട്? ഇപ്പൊ ഞാൻ പറയുന്നത്, പള്ളിയിൽ നിന്ന് ഇപ്പം മഴയാണ്, വീട്ടിൽ പോകാൻ ഇവിടെ ഒരു 50 കുടയുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അതിൽ അവിടെ വെച്ചാൽ
ഇവിടെ ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഉടനെ എന്ത് നടക്കും? അടി നടക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രകൃതി പോലും നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കറിയാമല്ലോ, ഈ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ നടന്ന ദിവസം പിറ്റേ ദിവസം പത്രത്തിൽ വന്ന വാർത്ത ഒരു കാട്ടാനയുടെ പട ഉൾപ്പെടെയായി. അതിന്റെ പിറകിലെ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. ആ കാട്ടാന ഇങ്ങനെ, ആ സ്ത്രീ പറയുകയാണ്, ഒരു അമ്മ പറയുകയാണ്, ഞങ്ങളുടെ ആ ഊരിലേക്ക് ഈ കാട്ടാന നിരന്തരം കയറി വരുമായിരുന്നു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്. ഇവൻ വന്ന് വീടൊന്നും നശിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ അവൻ കയറി വരുമ്പോഴേ ചെരുപ്പെറിഞ്ഞും പാട്ടകുട്ടിയും അവനെ ഓടിക്കുമായിരുന്നു. എന്നാൽ അന്ന് രാത്രിയിൽ ഉരുൾപൊട്ടി വലിയ ശബ്ദത്തിൽ ഞങ്ങളുടെ വീടും കുടിയും എല്ലാം നഷ്ടപ്പെട്ട് കയ്യിൽ കിട്ടിയ കുഞ്ഞുങ്ങളെ മാത്രം പെറുക്കിയെടുത്ത് ഞങ്ങൾ ആ മല കയറി ഓടി റോഡിലെത്തുമ്പോൾ ഞങ്ങൾ ചെന്നുപെടുന്നത് ഈ കാട്ടാനയുടെ മുമ്പിലാണ്. ആ വലിയ ദുരന്തക്കയത്തിൽ നീന്തിക്കയറി അവന്റെ മുമ്പിൽ ചെന്നപ്പോൾ വല്ലാതെ ഞങ്ങൾ പേടിച്ചു പോയി. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആ ജന്തുവിന്റെ മുമ്പിൽ നിന്ന് ഞാൻ കൈനീട്ടി അതിനോട് പറഞ്ഞു, മോനെ, ഞങ്ങൾ വലിയ കഷ്ടത്തിൽ നിന്നാണ് കയറി വരുന്നത്, നീ ഞങ്ങളെ ഉപദ്രവിക്കരുത്. ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ നോക്കുമ്പോൾ ആ സാധു ജന്തു നിന്ന് കരയുകയാണ്. അവൻ അങ്ങോട്ട് മാറി നിന്നു. അവന്റെ കാലിന്റെ കീഴിലാണ് ഞങ്ങൾ നേരം വെളുപ്പിച്ചത്. കരുതൽ എന്ന് പറഞ്ഞാൽ പോരെ പ്രിയമുള്ളവർ. നമ്മുടെ സങ്കടങ്ങളുടെ നടുവിലും ഇന്ന് ആരെ കരുതുന്നു? വീട്ടിൽ അത്യാവശ്യം പൈസ ചെലവുള്ളൊരു രോഗം വന്നാൽ മതി, നമുക്ക് മനസ്സിലാവും ആര് നമ്മളെ കരുതാനുണ്ടെന്ന്. നീ പൈസ ഒന്നും തരണ്ട, ഒരു ദിവസം ഒന്ന് വീട്ടിൽ നിൽക്കാൻ ഒരാളിനെ വിളിക്കാവൂ, ഒരു ദിവസം വരുമായിരിക്കും. രണ്ടാമത്തെ ദിവസം വിളിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും കരുതൽ എത്രമാത്രമുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഒരു തട്ടുകേട് വന്ന് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കൂടെ വരാമെന്ന് ചോദിക്കാവൂ, മനസ്സിലാവും കരുതൽ എത്രമാത്രം ഉണ്ടെന്ന്, ആരൊക്കെ ഉണ്ടെന്ന്. പോട്ടെ, സമയപരിധി മൂലം ഞാനതങ്ങ് അവസാനിപ്പിക്കും. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രതികൂലമായ കാലാവസ്ഥക്കിടയിൽ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുകയല്ലോ. നമുക്ക് പറയണ്ടേ? പറയാനുള്ളത് നമുക്ക് പറഞ്ഞിട്ടല്ലേ പോകാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശൂനോങ്കാരി സ്ത്രീയുടെ വിശ്വാസജീവിതം നമ്മളെ വെല്ലുവിളിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ? സാരേഭാഗത്തിലെ വിധവയ്ക്കുണ്ടായതുപോലെ തന്നെ ശൂനോങ്കാരുടെ ജീവിതത്തിലും ഒരു വലിയ പരീക്ഷണമുണ്ടായി. സമാനമായ പരീക്ഷണം, ഒരേ പരീക്ഷണം. ഏലിശ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളൊന്നും പറഞ്ഞില്ല. പക്ഷെ ഗേഹസി പറഞ്ഞ് ഏലിശ അറിഞ്ഞു അവൾക്ക് മക്കളില്ല. അപ്പോൾ ഏലിശ പറഞ്ഞിട്ട് പോയി, അടുത്ത തവണ ഞാനിവിടെ വരുമ്പോൾ നിന്റെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് അവളുടെ ജീവിതത്തിലെ കുറവുകൾ അവൾ തീർത്തപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നു. അവൾ ദൈവത്തിന് ഇടമൊരുക്കിയപ്പോൾ, അവിടെ സങ്കടങ്ങൾക്കിടയിലും അവിടെ ദൈവത്തെ കരുതിയപ്പോൾ അവിടെ ജീവിതത്തിലെ കുറവ് നീങ്ങി, വലിയ അത്ഭുതം നടന്നു. അവൾക്കൊരു കുഞ്ഞിനെ കിട്ടി. എന്നാൽ ആ കുഞ്ഞ് വളർന്നു, ബാലനായി. അപ്പനോടൊപ്പം ഒരു ദിവസം വയലിലിരുന്നപ്പോൾ ആ കുഞ്ഞ് എന്റെ തല എന്ന് പറഞ്ഞു. ഞാനിന്ന് ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണ്. എനിക്ക് അതിഭയങ്കരമായ തലവേദനയായിരുന്നു ഇവിടെ കയറുന്നത്. എനിക്ക് നിൽക്കാൻ പറ്റുമെന്നൊരു ഉറപ്പില്ലായിരുന്നു കേട്ടോ. എന്റെ തല എന്ന് പറഞ്ഞു. തൊട്ടടുത്ത വാക്യം ഇതാണ്, അവന്റെ അപ്പൻ അവന്റെ അമ്മയുടെ അടുക്കിലേക്ക് ഒരു ബാല്യക്കാരന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അമ്മയുടെ അടുത്ത് വന്നപ്പോഴും കുഞ്ഞ് തലയിൽ എന്റെ തല എന്ന് പറഞ്ഞ് കരഞ്ഞു. കുറെ നേരം അമ്മയുടെ മടിയിൽ ഇരുന്നിട്ട് ആ കുഞ്ഞ് മരിച്ചുപോയി. സാരേഭാഗത്തിലെ വിധവ മരിച്ചപ്പോ പറഞ്ഞ എന്താ നമുക്കറിയാം. എന്നാൽ ഏലിശ ശൂനോങ്കാരി സ്ത്രീ ചെയ്ത എന്താന്ന് തുടർന്ന് വായിക്കണം. അവിടെ വീട്ടിൽ അന്നേരം ഏലിശ ഇല്ല. പക്ഷെ അവൾ എന്ത് ചെയ്യുന്നറിയാമോ? ഭർത്താവില്ല, അവൾക്ക് ആരും അന്നേരം അവിടെ അടുത്തില്ല. അവൾ ആ മരിച്ച കുഞ്ഞിനെ അവൾ എടുത്തു. സാരേഭാഗത്തിലെ വിധവയുടെ കാര്യത്തിൽ ഏലിയാവാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മാളിക മുറിയിൽ പോകുന്നത്. എന്നാൽ ഇവിടെ അവൾ തന്നെത്താനെ ആ കുഞ്ഞിനെ എടുത്തു. പ്രവാചകൻ വന്നപ്പോൾ കിടന്നുറങ്ങിയിട്ട് പോയ പ്രവാചകന്റെ മുറിയിലേക്ക് കയറിപ്പോയി. അവളുടെ സമ്പത്തിൽ ദൈവത്തിന് ഇടമൊരുക്കിയ അതേ മുറി അവളുടെ രക്ഷയുടെ മുറിയായി മാറുകയാണ്. ആ മുറിയിലേക്ക് കയറിപ്പോയി. അവൾ ആ കുഞ്ഞിനെ പ്രവാചകന്റെ കട്ടിലിന്മേൽ കിടത്തി. ആ മുറിയുടെ വാതിലടച്ച് വെളിയിലിറങ്ങി. ഭർത്താവിന്റെ അടുക്കൽ ആളയച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരേ ഒരു സ്ഥലം, ഒരേ ഒരാശ്രയം, എനിക്ക് ഏലിശാന്റെ അടുക്കിലേക്ക് പോകണം. ഏലിശ ബലിയർപ്പിക്കാൻ പോയിരിക്കുകയാണ്. അവിടെ ഞാൻ ചുരുക്കി പറയട്ടെ, അവൾ ഏലിശായുടെ അടുക്കൽ ചെന്ന് കാര്യം പറയുന്നു. ഏലിശായുമായി ഭവനത്തിലേക്ക് വരുന്നു. ഏലിശ മാളിക മുറിയിലേക്ക് കയറിപ്പോകുന്നു. അവൾ താഴെ നിൽക്കുന്നു.
എലീശ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന്റെ ജീവൻ കുഞ്ഞിലേക്ക് മടങ്ങി വരും. നിങ്ങൾ ഓർക്കണം, കുഞ്ഞ് മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ഇറങ്ങിപ്പോയൊരു അമ്മയാണ്. കുഞ്ഞ് ജീവിച്ചിരിക്കുന്നറിയുമ്പോൾ ഓടി വരുന്ന ഏതമ്മയും ആദ്യം ഓടുന്നത് ആരുടെ അടുക്കലേക്കാകണം? ആരുടെ അടുക്കലേക്കാകണം? കുഞ്ഞിന്റെ അടുക്കലേക്കാകണം. എന്നാൽ ശൂനോങ്കാരി സ്ത്രീ ആ മുറിയിലേക്ക് കയറി വരികയാണ്. മരിച്ചു കിടന്ന മകൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവിടെ മനോഹരമായി എഴുതി വെക്കുന്നു. അവൾ ആ മുറിയിലേക്ക് കടന്നു വന്നു. അവൾ ആദ്യം പോയി എലീശായെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇങ്ങനെ സഹനങ്ങൾ തിളയ്ക്കുന്ന സമയത്ത്, അനുഗ്രഹത്തിന്റെ വലിയ മാരി മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്തും യഥാർത്ഥ വിശ്വാസ ജീവിതം നയിക്കുന്നവൾക്ക് അത് അപ്പത്തിന്റെ സമൃദ്ധിയിലുള്ള വിശ്വാസ ജീവിതമല്ല. അതെല്ലാ സഹനങ്ങളിലും, മൂന്നാമത് ഞാൻ പറയുന്ന അതാണ്, സഹനങ്ങളിലും പൂക്കുന്ന ഒരു വിശ്വാസ ജീവിതമായിരുന്നു ആരുടേത്? സഹനങ്ങളിലും ആഘോഷമാക്കുന്ന, ദൈവാശ്രയത്തെ പ്രഘോഷിക്കുന്ന ഒരു വിശ്വാസ ജീവിതമായിരുന്നു ശൂനോങ്കാരി സ്ത്രീയുടേത്. നമ്മുടെ ജീവിതങ്ങളിലുമൊക്കെ സഹനങ്ങൾ ഇങ്ങനെ ആഞ്ഞടിക്കും കേട്ടോ. അപ്രതീക്ഷിതമായ രോഗങ്ങളും പ്രയാസങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നമേ വരും. ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ സഹോദരിയുടെ കൂടെ പഠിച്ച ഒരു ചേച്ചിയുടെ മകൻ മരണപ്പെട്ടു. ആ ശവസംസ്കാര ശുശ്രൂഷയിൽ ഒന്ന് പോയി സംബന്ധിക്കണമെന്ന് അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ വെൺമണി മർത്തമാ പള്ളിയിൽ ഒരു അടക്കത്തിൽ സംബന്ധിക്കുവാൻ പോയി. അവിടെ ചെന്ന് അടക്കം കഴിഞ്ഞിട്ട് ആ മരിച്ചുപോയ കുട്ടിയുടെ പിതാവ് അവിടെ നടത്തിയൊരു പ്രസംഗമുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയും അവിടെ ഇരുന്ന എല്ലാവരെയും കണ്ണുനീരണിയിക്കുകയും ചെയ്ത ഒരു പ്രസംഗമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വിനോദം എന്നാണ് പേര്, ചേച്ചിയുടെ പേര് ജൂലി എന്ന്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും വിവാഹം കഴിക്കുന്ന പോലെ വലിയ പ്രത്യാശയോടെ ഞങ്ങൾ വിവാഹം കഴിച്ച് തുടർച്ചയായി നിരവധി അബോർഷനുകൾ, 7-8 അബോർഷനുകൾ, ഇനിയൊരു പ്രത്യാശയില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് 7-8 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തരുന്നത്. വലിയ ആഹ്ലാദമായിരുന്നു. പക്ഷേ 6 മണിക്കൂർ പോലും ആ ആഹ്ലാദത്തിന് ആയുസ്സുണ്ടായിരുന്നില്ല. ഡോക്ടർമാർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന് അവന്റെ കൺപോളകൾക്ക് മാത്രമേ ചലനശേഷിയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് മരിക്കുകയൊന്നുമില്ല. പക്ഷെ മറ്റൊരു അവയവങ്ങൾക്കും അവന് ചലനമില്ല. എങ്കിലും ആ കുഞ്ഞിനെ ഞങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ അവനെ വളർത്തി. അവൻ സംസാരിക്കുക മറ്റു കാര്യങ്ങളും, നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്സ് ഒക്കെ ഇരിക്കുന്ന പോലെ ഒരു കസേരയിൽ വീട്ടിൽ തന്നെ ഹോസ്പിറ്റലും ബെഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഈ 18 വർഷക്കാലം ഞങ്ങളുടെ ഈ മോനെ ഒരു ദൈവദൂതനെ പോലെ നോക്കി. ഇന്ന് അവൻ ദൈവം വിളിക്കുന്ന സമയത്ത് തിരിച്ചു പോവാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെ വലിയ ആത്മീയതയും വിശ്വാസവും ഉണ്ടെന്നൊക്കെ പറയുന്ന എന്റെ ഹൃദയത്തെ ഇങ്ങനെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളോട് പറയാൻ ഒരു കാര്യം, നിങ്ങളുടെ മക്കളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പരാതിയുണ്ടാ, ഭയങ്കര അലമ്പ വഴക്ക. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞ് 18 വർഷം ഞങ്ങളുടെ ജീവിച്ചിട്ട് ഞങ്ങളാണ് അവനെ ശുശ്രൂഷിച്ചതെന്ന് പോലും ഒരു ബോധ്യമില്ലാതാണ് ആ കുഞ്ഞ് കടന്നു പോകുന്നത്. ഈ 18 വർഷം ജീവിച്ചിട്ട് എനിക്കൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരിക്കലെങ്കിലും അവൻ ഞങ്ങളെ അപ്പ എന്നോ അമ്മ എന്നോ ഒന്ന് വിളിക്കണം. പക്ഷെ ഒരിക്കൽ പോലും അവൻ ഞങ്ങളെ അപ്പ എന്നോ അമ്മ എന്നോ വിളിച്ചിട്ടില്ല. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, ഈ മരണം മനുഷ്യന്റെ ഈ മകന്റെ മൃതശരീരം മുന്നിൽ പറയുകയാണ്, എന്നാലും ഞങ്ങൾക്ക് നിരാശയില്ല, ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം വലിയ പ്രത്യാശയാണ്. 99% ഡിസബിലിറ്റികളുമായിട്ട് ജീവിച്ച എന്റെ കുഞ്ഞ് ഒരു ഡിസബിലിറ്റികളും ഇല്ലാത്തൊരു ലോകത്തേക്കാണ് ഇത് യാത്രയാകുന്നത്. എഴുന്നേറ്റ് നിൽക്കുവാൻ കാലുകൾക്ക് ബലമില്ലാതെ കൈകൾ ചലിപ്പിക്കാത്ത എന്റെ കുഞ്ഞ് ചിറകുകൾ വെക്കുന്ന ഒരു ലോകത്തേക്കാണ് ഇന്ന് പോകുന്നത്. ഞങ്ങൾക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും അപ്പ എന്നോ അമ്മ എന്നോ ഞങ്ങളെ വിളിക്കാത്ത കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ സ്വപ്നം എനിക്കുണ്ട്. അവൻ 2 കൈകളും 2 കാലുകളും ചിറകുകളുമായി പറന്നോടി വന്നു അപ്പാ എന്നും അമ്മ എന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ 2 പേരെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരു ദിവസമുണ്ടാകുമെന്ന പ്രത്യാശയാണ്. ഈ ദിവസം എന്നെ ബലപ്പെടുത്തുമെന്ന മനുഷ്യൻ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സാരേഫാത്തിലെ വിധവയെ ശൂനോങ്കാരി സ്ത്രീയും ദൈവം ഉപയോഗിച്ച സ്ത്രീകൾ തന്നെയാണ് ദൈവ പദ്ധതിക്ക് വേണ്ടി. സാരേഫാത്തിലെ വിധവയുടെ ജീവിതത്തിലേക്ക് ഏലിയാവ് വന്ന് കടന്നു വന്നില്ലെങ്കിൽ അവൾ മരിച്ചു പോകുമായിരുന്നു. വിശ്വാസരാഹിത്യത്തിൽ അവൾ മരിച്ചു പോകുമായിരുന്നു.
മരിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. അവിടെ വിശ്വാസ ജീവിതത്തിന്റെ ബലഹീനമായ 3 ഭാവങ്ങളെയും ഏലിയാവ് സൗഖ്യമാക്കി. ആ 3 ഭാവങ്ങളും ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതങ്ങളിലുമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിൽ, കനൽ വഴികളിൽ കൽപ്പന മറക്കുന്നൊരു വിശ്വാസ ജീവിതമാണോ നമ്മുടേത്? അപ്പത്തിന്റെ സമൃദ്ധിയിൽ ഉണ്ടാകുന്ന ഒരു അല്പവിശ്വാസ ജീവിതമാണോ നമ്മുടേത്? പൂർവകാല പാപങ്ങൾ വേട്ടയാടുന്നു, അതിന്റെ ബന്ധനത്തിലായിരിക്കുന്ന നന്ദികേടിന്റെ ഭാഷ സംസാരിക്കുന്ന ഒരു വിശ്വാസ ജീവിതമാണോ നമ്മുടേത്? അങ്ങനെയെങ്കിൽ ഏലിയാവ് പറയുന്നു, ആദ്യം അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. നിന്റെ പ്രശ്നത്തെ ഇങ്ങ് തരിക, ദൈവസന്നിധിയെ സമർപ്പിക്കുക. അവസാനം അവൾ ഏറ്റു പറയുന്നു, നിന്റെ ദൈവമാണ് സത്യദൈവം, നിന്റെ വായിലുള്ള വചനം യഹോവയുടെ വചനം. രണ്ടാമത്തെ സ്ത്രീ ശൂനോമാണ്. ശൂനംകാരിയുടെ വിശ്വാസ ജീവിതം നമ്മുടെ ആനുകാലിക വിശ്വാസ ജീവിതത്തെ വെല്ലുവിളിക്കുന്നു. കാരണം സമൃദ്ധികളിൽ എല്ലാവരും ദൈവത്തെ മറക്കുമ്പോൾ സമൃദ്ധികളിലും ദൈവത്തിന് ഇടമൊരുക്കിയൊരു വിശ്വാസ ജീവിതമാണ് അവിടേത്. രണ്ടാമത് സങ്കടത്തിന്റെ പേമാരി അവിടെ ജീവിതത്തിലുള്ളപ്പോഴും സങ്കടത്തിന്റെ കടലുകളിലും കരുതലിന്റെ കരം നീട്ടിയ ഒരു വിശ്വാസ ജീവിതമാണ് അവരുടെ. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന്റെ കുറവുകൾ നീക്കി ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി പെയ്തിറങ്ങിയത്. അവരുടെ ജീവിതത്തിലും വലിയ സഹനങ്ങൾ ഉണ്ടായപ്പോൾ സഹനത്തിന്റെ വഴിയിലും പൂത്തുലയുവാൻ തക്കവണ്ണം ആഴമുള്ളൊരു വിശ്വാസ ജീവിതമായിരുന്നു ശൂനോംകാരി സ്ത്രീയുടേത്. ഈ രണ്ടമ്മമാരുടെയും വിശ്വാസ ജീവിതം നമ്മുടെ ആനുകാലിക വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ, സ്വയം പരിശോധിക്കുവാൻ നമ്മെ വെല്ലുവിളിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിന്റെ അവസാനം നമ്മൾ ചെല്ലുമ്പോൾ ക്രിസ്തു നമുക്ക് അന്യമായി പോകാതിരിക്കും. ഡിസൈപ്പിൾസ് വൺ ദ റേസ് ബട്ട് ദേ ലോസ് ദ മാസ്റ്റർ എന്ന് പറയുന്നത് പോലെ ഈ വിശ്വാസി നമ്മളിവിടെ നയിച്ച ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ ആരെ നഷ്ടമാക്കരുതോ അവനെ നഷ്ടമാക്കിയാണോ നമ്മുടെ ജീവിത പോരാട്ടങ്ങൾ നാം ജയിച്ചിട്ടുള്ളതെന്ന് പരിശോധിക്കുവാൻ ഈ രണ്ടമ്മമാരുടെയും വിശ്വാസ ജീവിതത്തിലൂടെ ദൈവം നമ്മളോട് ഇന്ന് സംസാരിച്ചു.